So good evening, all of you. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു എന്ന് കരുതുന്നു. Let's start the session. So today we'll be discussing about central universities and central university, how to join in a central university, about the entrance examination, about the CUT uh, examination, the syllabus and all. So let me introduce myself. I'm Nabil Mohammed, ചീഫ് കരിയർ കോച്ച് പെപ്പ് ലേണിംഗ്. കഴിഞ്ഞ ഒരു 8 വർഷക്കാലത്തിലധികമായി ഇന്ത്യയിലെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വിദ്യാർത്ഥികളെ അവർക്ക് ഗൈഡ് ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കോച്ചിങ് പ്രോഗ്രാമുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് പെപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സെൻട്രൽ യൂണിവേഴ്സിറ്റി അലൂമിനീസ് ആയിട്ടുള്ള ആളുകൾ, വി ആർ ഫ്രം ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസ്. I completed my post-graduation from University of Hyderabad. My colleagues from Jamia Millia Islamia, JNU, Aligarh University, other central universities also. So, അങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വ്യത്യസ്ത എൻട്രൻസ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത് നോക്കുകയാണെങ്കിൽ ഈച്ച് യൂണിവേഴ്സിറ്റീസ് വർ കണ്ടക്ടിങ് ഡിഫറെന്റ് എൻട്രൻസ് എക്സാമിനേഷൻസ്. അവരുടേതായിട്ടുള്ള രീതിയിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് നടത്തുക എന്നുള്ളതായിരുന്നു ഓരോ യൂണിവേഴ്സിറ്റികളും ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു 3 വർഷക്കാലമായിട്ട് ഏകദേശം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കെല്ലാം ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷനിലേക്ക് വന്നു എന്നുള്ളതാണ്. സോ ഐ വുഡ് ലൈക്ക് ടു നോ മോർ അബൌട്ട് യു. നിങ്ങളെ കുറിച്ച് കൂടി എനിക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട്. വിശദമായി ഓരോരുത്തരുടെയും പരിചയപ്പെടാനുള്ള സമയമില്ല. വി വിൽ ബി ഹാവിങ് എ കമ്മ്യൂണിറ്റി. നമ്മളൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഇംഗ്ലീഷ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളിങ്ങനെ ഒരു വെബിനാറും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് മിഷൻ ഗ്രൂപ്പ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്. സോ യു പ്ലീസ് മെൻഷൻ യുവർ കോളേജ് ആൻഡ് യുവർ ഇയർ ഓഫ് സ്റ്റഡി. നിങ്ങൾ ഏത് കോളേജിൽ നിന്നാണ് വരുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ ഇയർ ഓഫ് സ്റ്റഡി. മിക്കവാറും ബി എ ഇംഗ്ലീഷ് ആയിരിക്കും എല്ലാവരും. ബി എ ഇംഗ്ലീഷ് അല്ലാത്ത സബ്ജക്ട് നിങ്ങൾ പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പ്ലീസ് മെൻഷൻ ദാറ്റ് ഓൾസോ ഇൻ ദ ചാറ്റ് ബോക്സ്. സോ ഇഫ് യു ആർ ഓൾ റെഡി, നിങ്ങൾ എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ let's start. If anyone want to unmute and introduce, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ്, നോ പ്രോബ്ലം. സോ വിൽ ഗിവ് 1 more minutes for that. ഓക്കെ, സോ ചാറ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ കോളേജ് ഏതാണ് എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്യാം. യുവർ ഇയർ ഓഫ് സ്റ്റഡി ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, നൗറി സുൽത്താന, ഗ്രേറ്റ്. നന്ദനദാസ്, നിങ്ങളെ കോളേജ് കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് നന്നാവും. ബിക്കോസ് സം പീപ്പിൾ ആർ maybe from same college, sometimes maybe from different department. പോസ്റ്റ് ഗ്രാജുവേഷൻ MA ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഒരുപക്ഷെ ഉണ്ടാവാം. ദാറ്റ്സ് ഫൈൻ, നോ പ്രോബ്ലം. സാരഥി പ്രദീപ്, ഷീസ് ഫ്രം MES കോളേജ്, ഗ്രേറ്റ്. ഫ്രം ഗവൺമെന്റ് കോളേജ് മാനന്തവാടി, ഫാത്തിമ മനീജ. വിനയ, ഐഡിയൽ കോളേജ്, ഗ്രേറ്റ്. TKM കോളേജ്, അൽഫിയ. നന്ദന ദാസ് ഫ്രം ഐഡിയൽ കോളേജ്, great. Hajra from TKM College, great. Ibin Raj from Payanur College, Kannur. I just want to know about you, that's all. നിങ്ങളെ കുറിച്ചൊന്ന് അറിയണമെന്ന് ആഗ്രഹത്തോണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. This is not mandatory and all. We'll get to know each other. Farhana from UC College, Alua, great. Muhammad Farif from MES KVM, Valancheri, great. Hisana from PTM College, Perindalmanna. Ansila from EMA College, Kondoti, great. Fatima Jalwa from PTM College, Perindalmanna, I think. Sana Fatima from Amal College, Nilambur, great. So Nishana from Faro College, Helen from Meflu, great. Nauri Sultana from TKM College.
So our session will be 45 minutes. നമ്മൾ ഒരു 45 മിനിറ്റ് കൊണ്ട് സെഷൻ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് കരുതുന്നത്. So we have two guests today. നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിൽ 2 ഗസ്റ്റ് നമുക്കുണ്ട്. So Safa Mariam. So I am sharing my presentation. Let's start anyway. So നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. എൻ്റെ PPT ഷെയർ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. Anyone? Are you? Yes, sir. Okay, great. Thank you. So we have Archa Shivan with us. She's in JNU Center for English Studies, and Neda Nasreen from Delhi University will also be joining with us. I'm proudly saying that both of us are alumni of PEP Learning. PEP-ന്റെ alumni ആണ് രണ്ടുപേരും. വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താനുള്ള ആഗ്രഹവുമായി പെപ്പിൽ ജോയിൻ ചെയ്യുകയും അങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയ ആളുകളാണ്. സോ വി ഹാവ് സ്റ്റുഡൻറ് ഫ്രം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് ഫ്രം different parts of Kerala, from different colleges, from different universities, pursuing their post-graduation and other higher studies in central universities and other premier institutions in India. So, നമ്മളെല്ലാവരും BA ഇംഗ്ലീഷ് എടുക്കുന്നതിന് പിന്നിൽ ഒരുപക്ഷെ ഒരു കാരണം ഉണ്ടാവും. ഒരുപക്ഷെ നമ്മള് ബോധപൂർവം എടുത്തതായിക്കൊള്ളുന്നില്ല. ഒരുപക്ഷെ നമുക്ക് മറ്റു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എടുത്തതാവാം. വളരെ ഉദ്ദേശത്തോടു കൂടി BA ഇംഗ്ലീഷ് എടുത്ത ആളുകൾ ഉണ്ടാവാം. പല കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് ഞാൻ BA ഇംഗ്ലീഷ് എടുക്കുന്ന ആളുകളാണ് കാണാറുള്ളത്. I am also a BA English graduate. I graduated BA English from Farouk College in 2012. ഞാൻ BA ഇംഗ്ലീഷ് എടുക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് +2 സയൻസിൽ നിന്നും സയൻസ് അല്ലാത്തൊരു വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം ഉണ്ടായത്. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ടാണ് BA ഇംഗ്ലീഷിലേക്ക് എത്തുന്നത്. സോ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മൈ BA ഇംഗ്ലീഷ് ഗ്രാജുവേഷൻ in the last year, towards the end, ഏകദേശം ഡിഗ്രി കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിൽ എത്തുന്ന സമയത്താണ് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ളത് ആദ്യമായിട്ട് കേൾക്കുന്നത്. അത് കേൾക്കുക മാത്രമല്ല, കേൾക്കുന്നത് പോലും വളരെ രസകരമായിട്ടാണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ദിവസം ക്ലാസ്സിൽ ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് ഒരു അനൗൺസ്മെന്റ് കേൾക്കുകയാണ്. സോ ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചുള്ള ഒരു വെബിനാർ, അന്ന് വെബിനാർ അല്ല, സെമിനാർ നടക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് സെമിനാർ ഹാളിൽ, UG സെമിനാർ ഹാളിൽ നിന്നും ഫറൂഖ് കോളേജിലെ സ്റ്റുഡൻസിന് ഒരുപക്ഷെ അറിയാം. അങ്ങനെ സെമിനാർ ഹാളിൽ നടക്കുന്നു എന്ന് പറഞ്ഞതിൽ നിന്നും ക്ലാസ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ BA ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 മണിക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞ സമയത്ത് പോകുന്നത്. അങ്ങനെ പോയ സമയത്താണ് ആദ്യമായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്നുള്ളത് കേൾക്കുന്നത്. അങ്ങനെ വിവിധ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറയുന്നു, എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് പറയുന്നു, യൂണിവേഴ്സിറ്റീസിന്റെ വെബ്സൈറ്റ് കാണിച്ചു തരുന്നു, യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് അതിലൊരു താല്പര്യം വരുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒരു സംഗതിയോട് താല്പര്യം ഉണ്ടാകുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കരിയറിൽ നമ്മൾ നോക്കുകയാണെങ്കിലും അതൊരു മാൻഡേറ്ററി ആയ സ്വഭാവത്തിലേക്കാണ് ഇപ്പൊ പോകുന്നത്. ഡിഗ്രി മാത്രം ഉള്ളത് കൊണ്ട് രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എക്സ്പ്ലോറിങ്, നമ്മൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോഴ്സ് പഠിക്കുന്ന എവിടെയാണ്. ഇപ്പൊ പല കോളേജസും പഠിക്കുന്ന ആളുകളുണ്ട്. അമൽ കോളേജ്, ഫറൂഖ് കോളേജ്, സാഫി കോളേജ്, അതുപോലെ തന്നെ VTMS കോളേജ്, ഇങ്ങനെ UC കോളേജ്, അങ്ങനെ വ്യത്യസ്ത ക്യാമ്പസുകളിൽ നിന്ന് വരുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. കേരളത്തിൽ ഏകദേശം എല്ലാ കോളേജസിലും, പ്രധാനപ്പെട്ട എല്ലാ കോളേജിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും, MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്തിറങ്ങുന്നുണ്ട്. അപ്പൊ ഡിഗ്രി പഠിക്കുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണുള്ളത്. പോസ്റ്റ് ഗ്രാജുവേഷൻ സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്നുള്ള വിഷയത്തിൽ. സോ പോസ്റ്റ് ഗ്രാജുവേഷൻ സാധ്യതകളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള അവസരങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. എങ്ങനെ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഓരോ ആഗ്രഹമായിരിക്കും ഉണ്ടാവുക. ഹയർ സ്റ്റഡീസിലേക്ക് പോകണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എയിം ഡിഫറെന്റ് ആയിരിക്കും. ഹയർ സ്റ്റഡീസ് ഓപ്ഷനെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ടതുണ്ടാവും. ഇങ്ങനെ നമ്മൾ ആലോചിക്കുന്ന സമയത്ത്
നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ഓപ്ഷനുകളിൽ ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CUET PG എക്സാമിനേഷൻ ആണ് എന്നുള്ളതാണ്. അതായത് CUET PG എക്സാമിനേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള ഒരു കോമൺ എക്സാമിനേഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത് ബേസിക്കലി വരുന്നത് എന്നുള്ളതാണ്. കോമൺ എക്സാമിനേഷൻ എന്ന് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏർലി സ്റ്റേജിൽ നേരത്തെ ഉള്ള ഒരു എക്സാമിനേഷന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റി വേറെ പരീക്ഷ നടത്തുന്നു, JNU വേറെ പരീക്ഷ നടത്തുന്നു, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി വേറെ പരീക്ഷ നടത്തുന്നു, IFLU വേറെ പരീക്ഷ നടത്തുന്നു. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ പരീക്ഷകൾ ഓരോ യൂണിവേഴ്സിറ്റികളും നടത്തുക എന്നുള്ളതായിരുന്നു എന്തുണ്ടായിരുന്നത് ഇതിന്റെ പ്രോസസ് സംഭവിച്ചിരുന്നത്. അതിൽ നിന്നും മാറിയിട്ട് ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷനിലോടുകൂടി വന്നതോടുകൂടി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ വിൻഡോ ഓപ്പർച്യൂണിറ്റി ആണ് വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരൊറ്റ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടാവുന്നതാണ്. അത് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്? പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ വരുന്നത് ഏകദേശം ഇന്ത്യയിൽ 39 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. ഡീംഡ് യൂണിവേഴ്സിറ്റീസ് യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും അടക്കം ഏകദേശം 190 യൂണിവേഴ്സിറ്റീസ് ഇൻ ടോട്ടൽ. അത് മിക്കവാറും അടുത്ത വർഷം 2025 എക്സാമിനേഷൻ ആവുന്ന സമയത്ത് ഏകദേശം 200-ലധികം യൂണിവേഴ്സിറ്റീസ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പുറമെ സ്വന്തമായിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്ന യൂണിവേഴ്സിറ്റികൾ എന്നുള്ള നിലക്ക് ജാമിയ മില്ലിയ ഇസ്ലാമിയയും അതുപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി കൂടി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കാം എന്നതാണ്. അപ്പൊ എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഈ കോമൺ എൻട്രൻസ് എക്സാമിനേഷന്റെ പ്രത്യേകത? ഈ CUET എക്സാമിനേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 39 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് ആയിട്ട് മറ്റ് വേറെ 39 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള സ്വഭാവത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന 15 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതർ പ്രൈവറ്റ് ആൻഡ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ള കാറ്റഗറിയിൽ 97 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇങ്ങനെ ഈ യൂണിവേഴ്സിറ്റീസിനെ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ച് നോക്കൂ. നിങ്ങൾ 2022 ആദ്യമായിട്ട് CUET PG നടപ്പിലാക്കുന്നത്. അന്ന് ഏകദേശം 6,07,000 സംതിങ് കുട്ടികൾ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുകയും 3 ലക്ഷത്തി ഏകദേശം 55% ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയത് നമുക്ക് കാണാൻ സാധിക്കും. 2023 വരുന്ന സമയത്ത് ഇതിന്റെ രജിസ്ട്രേഷൻ കൂടുകയാണ്. 8,77,492 വരികയും 5,39,000 എന്നുള്ള സ്വഭാവത്തിലേക്ക് വരികയും ചെയ്യുന്നു. അതായത് 61% വരുന്നു. 2024 രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം 7,68,000 ആകെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അപ്പിയർ ചെയ്ത ആളുകളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതായത് 5,77,400 സ്റ്റുഡൻസ് 2024 പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. വിച്ച് മീൻസ് 75%ലേക്ക് അപ്പിയറിംഗ് പെർസെന്റേജ് വർദ്ധിച്ചു എന്നുള്ളതാണ്. അത് മിക്കവാറും അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും അപ്പിയറിംഗ് പെർസെന്റേജ് 80%ലേക്കോ 85%ലേക്കോ ഒക്കെ കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഏകദേശം 5,70,000 വിദ്യാർത്ഥികൾ അപ്പിയർ ചെയ്യുന്ന ഒരു പരീക്ഷയായിട്ട് CUET എക്സാമിനേഷൻ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷിന്റെ കാറ്റഗറി എടുത്തു നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുക എന്നതാണ്. ഞാൻ അതിലേക്കും ഇതുമായി ബന്ധപ്പെട്ട സിറ്റുവേഷനിലേക്കും ഒക്കെ വരാം എന്നതാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെലക്ട് ചെയ്യേണ്ടത്? ഒരുപക്ഷെ നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ തന്നെ നിങ്ങളുടെ PG ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവാം. ഇപ്പൊ ഫറൂഖ് കോളേജ് എടുക്കുകയാണെങ്കിൽ ഫറൂഖ് കോളേജിൽ PG ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ മിക്ക കോളേജുകളിലും ഇംഗ്ലീഷ് PG ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഉണ്ടാവാം എന്നുള്ളതാണ്. അങ്ങനെ ഒരു PG ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ കോളേജിൽ ഉണ്ടായിരിക്കെ വൈ യു ഷുഡ് ഓപ്റ്റ് എ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ? എന്തുകൊണ്ട് നിങ്ങൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കണം? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ആദ്യം നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതാണ്. നമ്മൾ ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഉത്തരം കണ്ടെത്തുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മളത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത്. പാരന്റ്സിനെ കൺവിൻസ് ചെയ്യേണ്ടി വരും, ടീച്ചേഴ്സിനെ കൺവിൻസ് ചെയ്യേണ്ടി വരും, സൊസൈറ്റി. ഈ ഒബ്വിയസ്ലി നമ്മൾ ആ ഒരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ആവശ്യമായിട്ട് വരും. അപ്പൊ നമ്മൾ അതിന് ഉത്തരം കണ്ടെത്തണം എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്താണ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടുത്തെ? ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും JNU നിന്നും ഒക്കെയുള്ള എക്സ്പീരിയൻസ് ആണെന്നുള്ളത് ആർഷയും ഒക്കെ പറയും.
എന്താണ് അവർക്ക് കിട്ടിയിട്ടുള്ള എക്സ്പോഷർ, എക്സ്പീരിയൻസ് എന്നുള്ള സംഗതി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ എവിടെ പഠിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഐ കംപ്ലീറ്റഡ് മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഫ്രം ദിസ് യൂണിവേഴ്സിറ്റി എക്സ് ആൻഡ് വൈ in this university, from this central university, from English and foreign language university, from University of Hyderabad, from JNU, from ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈലിൽ ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസും പൊട്ടൻഷ്യലും അത് റിസീവ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്ട് ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ എന്ത് കോഴ്സ് പഠിക്കുന്നു എന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് എവിടെ പഠിക്കുന്നത്. ഞാൻ സ്ഥിരമായിട്ട് പറയുന്നതാണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സംഗതിയാണെന്ത്, നമുക്ക് എന്താണ് അവിടെ നിന്ന് കിട്ടുക എന്നുള്ളത്. നമുക്ക് കിട്ടുന്നത് നമ്മളുടേതായിട്ട് നമ്മൾ മനസ്സിലാക്കിയ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസും എക്സ്പോഷറും എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നുള്ളതാണ്. എക്സ്പോഷർ വൈസ് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. വ്യത്യസ്ത ആളുകളുമായിട്ട് പരിചയപ്പെടാനും, വ്യത്യസ്ത ഭാഷയിൽ സംസാരിക്കുന്ന ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും, മിങ്കിൾ ചെയ്യാനും, പ്രൊഫസേഴ്സുമായിട്ടും യൂണിവേഴ്സിറ്റിയിലുള്ള ആളുകളുമായിട്ടും ഒക്കെ ഇടപഴകാനൊക്കെ ഉള്ള നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ വർദ്ധിക്കുന്നതാണ്. സാധാരണ നമ്മളൊരു കോളേജിൽ ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പോഷറിനെക്കാട്ടിലും വലിയ രീതിയിലുള്ള എക്സ്പോഷർ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കും എന്നതാണ്. മറ്റൊന്ന് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയേക്കാൾ അപ്പുറത്തേക്ക് ക്വാളിറ്റി, അതായത് നമ്മുടെ നാട്ടിലെ കോളേജസിൽ നിന്നുള്ള സിലബസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു അത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് തന്നെ ഡിസൈഡ് ചെയ്തിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന സ്വഭാവത്തിലായിരിക്കും എല്ലാ യൂണിവേഴ്സിറ്റികളും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ഒരു സ്വഭാവത്തിൽ തന്നെ അതിന്റെ ഡിസൈൻ ചെയ്തായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. മറ്റൊന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയെ കുറിച്ചൊക്കെ ഇപ്പം ജെഎൻയുവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയും ലൈബ്രറി ഫെസിലിറ്റിയെ കുറിച്ചൊക്കെ ആർച്ച് സംസാരിക്കും മിക്കവാറും. അപ്പൊ അതില് നമുക്ക് നല്ല ക്യാമ്പസ് അറ്റ്മോസ്ഫിയറും ഇൻഫ്രാസ്ട്രക്ചറും ലഭിക്കുമ്പോഴാണ് നമ്മുടെ ഡ്രീമുകളും അതിനനുസരിച്ച് ഡെവലപ്പ് ആവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ആ സ്വഭാവത്തിലേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഡെഫിനറ്റ്ലി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയും നമുക്ക് ഹെൽപ്ഫുൾ ആയി മാറുന്ന സംഗതിയാണ്. പിന്നെ കൂടുതൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൂടുതൽ ജോബ് സാധ്യതകൾ, കൂടുതൽ അവസരങ്ങൾ, കൂടുതൽ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് തുറന്നിടുക എന്നുള്ളതാണ്. അങ്ങനെ നല്ല നെറ്റ്വർക്ക്, അതായത് ഇന്ത്യയിലുള്ള ജമ്മു ആൻഡ് കാശ്മീർ മുതൽ കേരള വരെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുമായിട്ടും നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും അവരിലൂടെ വലിയ ജോബ് ഓപ്പർച്യൂണിറ്റിയും വലിയ സാധ്യതകളൊക്കെ തുറന്നു കിട്ടാനൊക്കെ ഉള്ള സാധ്യതകൾ ഉണ്ടാകും. അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവരിലൂടെ പുതിയ മേഖലകൾ കണ്ടെത്താനൊക്കെ ഉള്ള സാധ്യതകൾ ഉണ്ടാവുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയിൽ പെട്ട ഒന്നാണ് ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസിനെയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെയുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. ഈ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് എന്ന് പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് അവരിലൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും അവരിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആവുന്ന സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ് നമ്മുടെ കൂടെ പഠിക്കുന്ന പിയർ ഗ്രൂപ്പ് ആരായിരിക്കും എന്നുള്ളത്. പിയർ ഗ്രൂപ്പ് ആരായിരിക്കും? നാഷണൽ ലെവലിൽ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി ഏറ്റവും ടോപ്പ് റാങ്കിൽ കിട്ടി ആ ടോപ്പ് റാങ്കിങ്ങിലൂടെ ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തുന്ന ആളുകളായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ പിയർ ഗ്രൂപ്പ്, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവാം. അപ്പൊ അവര് നമ്മളെക്കാൾ അപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യുകയും അവരിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെന്നാണ്. നമ്മളൊരു പ്രൈവറ്റ് കോളേജിലേക്കോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെന്ററിലേക്കോ പോകുന്നതിനേക്കാൾ കൂടുതൽ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് അത്തരം ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തിപ്പെടുന്നതോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും എന്നതാണ്. പിന്നെ എക്സാമിനേഷൻ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മോഡ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ജനറൽ പേപ്പർ ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ എക്സാമിനേഷൻ നടന്ന ഒരു പീരീഡ്, അതിന്റെ അപ്ലിക്കേഷൻ വിളിച്ച പീരീഡ് ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് എക്സാമിനേഷന്റെ ടൈം? ഈ വർഷം ഏകദേശം ഡിസംബർ 26 എക്സാമിനേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ വർഷം അല്ല, കഴിഞ്ഞ വർഷം 2023. അതായത് എക്സാമിനേഷൻ ആ സമയത്ത് വിളിക്കുകയും മാർച്ച് മാസത്തിൽ എക്സാമിനേഷൻ നടന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഏകദേശം മാർച്ച് മാസത്തിൽ എക്സാമിനേഷൻ നടന്നിട്ടുണ്ട്. വ്യത്യസ്ത ഷിഫ്റ്റുകളിലായിട്ടാണ് എക്സാമിനേഷൻ നടന്നതെന്നുള്ളതൊക്കെ ഇത് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ വ്യത്യസ്ത പേപ്പർ കോഡിലായിരിക്കും എക്സാമിനേഷൻ എഴുതേണ്ടി വരിക. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പർ കോഡ് കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ്, ഇംഗ്ലീഷ് മോഡേൺ യൂറോപ്യൻ തുടങ്ങിയിട്ടുള്ള കോഴ്സുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെ ഓരോ പേപ്പറിനും ഓരോ സബ്ജക്ട് കോഡ് ആണ് ഉണ്ടാവുക. അതായത് ഓരോ
ഒരു കോഴ്സിന് ഒരു പേപ്പർ കോഡ് എന്നുള്ള സ്വഭാവത്തിലായിരിക്കും ഉണ്ടാവുക. LAQP01 എന്നുള്ള പേപ്പർ കോഡാണ് ഇംഗ്ലീഷ് എന്നുള്ള നിലക്ക് നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. മറ്റു പേപ്പർ കോഡുകളൊക്കെ നിങ്ങളുടെ അറിവിന് വേണ്ടി ഇവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 105 മിനിറ്റ് ആണ് എക്സാമിനേഷൻ ഉണ്ടാവുക. 75 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഒരു ചോദ്യത്തിന് ഉത്തരം ശരിയായാൽ 4 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. ഉത്തരം തെറ്റിപ്പോയാൽ 1 മാർക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. നിങ്ങൾ ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ഇന്ത്യയിൽ LAQP01 ഇംഗ്ലീഷ് എന്ന പേപ്പർ എഴുതിയ സമയത്ത് ഇംഗ്ലീഷ് പേപ്പറിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ള മാക്സിമം ആൾക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 225 ആണ് ഔട്ട് ഓഫ് 300. 300 മാർക്ക് വരുന്നത്. അതായത് 75 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 4 മാർക്കാണ് നിങ്ങൾക്ക് എക്സാമിനേഷനിൽ ഉത്തരം ശരിയായി കിട്ടുക. 225 ആണ് LAQP01 ഇംഗ്ലീഷിൽ ക്വാളിഫൈ ചെയ്ത ആൾക്ക് കിട്ടിയത്. മാക്സിമം മാർക്കാണ് അതാണ് കിട്ടിയത് എന്നുള്ളതാണ്. വിച്ച് മീൻസ് ഈ വർഷം കുറച്ച് ടഫായിരുന്നു. കാരണം 75 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ത്യയിൽ തന്നെ ടോപ്പ് റാങ്ക് കിട്ടിയ ആള്, അതായത് CUET പബ്ലിഷ് ചെയ്ത ലിസ്റ്റില് ഇന്ത്യയിൽ ടോപ്പ് റാങ്ക് കിട്ടിയ ആളുകളുടെ 1 മാർക്ക് മാത്രമേ അവർ ഔട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് മാർക്ക് എന്നുള്ള സ്വഭാവത്തിൽ ടോപ്പ് കിട്ടിയ ആളുടെ 1 മാർക്ക് മാത്രം. ആ മാർക്ക് ഏറ്റവും മാക്സിമം കിട്ടിയ 225 ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ വ്യത്യസ്ത ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. റിസർവേഷൻ ഉണ്ട്. നമുക്ക് OBC 27%, EWS 10%, SC, ST, PWD കാറ്റഗറിക്കൊക്കെ റിസർവേഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിഗ്രി പാസ്സാവണം എന്ന് നിർബന്ധമില്ല. ഡിഗ്രി അപ്പിയർ ചെയ്യുന്ന ആളുകൾക്ക്, എക്സാമിനേഷൻ ബാക്ക് പേപ്പർ ഉള്ള ആളുകൾക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട്, അതായത് ഏകദേശം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് റിസൾട്ട് വരുമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യുന്നതിനോട് തടസ്സമൊന്നുമില്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് പ്രധാനമായിട്ടും കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. അതിൽ ഞാൻ പ്രധാനമായിട്ടും ഇവിടെ സൂചിപ്പിക്കാൻ പോകുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. പിന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. ഇന്ത്യയിൽ 4 സ്വഭാവത്തിലുള്ള യൂണിവേഴ്സിറ്റികളാണുള്ളത്. അതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ LAQP01 പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, JNUവിനെ കുറിച്ചാണ് ആർച്ച സംസാരിക്കുക. ആർച്ച JNUവിലാണ് പഠിക്കുന്നത്. JNUവിൽ MA ഇംഗ്ലീഷ് ആണ് ഉള്ളത്. 39 സീറ്റ്സ് ആണ്. സീറ്റ്സ് വിൽ വേരി, ഒരുപക്ഷെ ഓരോ വർഷത്തിനനുസരിച്ച് ഡിഫറൻസ് ഒക്കെ ഒരുപക്ഷെ ഉണ്ടാവുന്നതാണ്. JNU പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കോഴ്സാണ്. മറ്റൊന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കുന്ന സമയത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റാങ്കിംഗ് ഫ്രെയിംവർക്ക് NIRF റാങ്കിംഗ് അനുസരിച്ച് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ടോപ്പ് കോളേജസ് ഒക്കെ വരുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ MA ഇംഗ്ലീഷ് വളരെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്. ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ഗസ്റ്റ് ആയിട്ട് ഫാക്കൽറ്റി ഉണ്ട്. അപ്പൊ ഈ ഡൽഹി യൂണിവേഴ്സിറ്റി പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് ജാമിയ മില്ലിയ ഇസ്ലാമിയയാണ്. ജാമിയ മില്ലിയ ഇസ്ലാമിയ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒന്നാണ്. NIRF റാങ്കിങ്ങിൽ 3rd പൊസിഷനിലുള്ള യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ. ജാമിയ മില്ലിയ ഇസ്ലാമിയയിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റും മികച്ച ഡിപ്പാർട്ട്മെന്റ് ആണ്. ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നടത്തുന്നത്. അവർക്ക് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. They are not participating in CUET PG examination. CUET PG-യിലെ എല്ലാ സബ്ജക്ട്സിലും ജാമ്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ചില സബ്ജക്ട്സ് മാത്രമാണ് ജാമ്യ CUET PG പ്രകാരം അഡ്മിഷൻ എടുക്കുന്നത്. അതിൽ MA ഇംഗ്ലീഷ് ഉൾപ്പെടുന്നില്ല എന്നതാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ. മറ്റൊന്നത് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയാണ്, IFLU. ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി IFLU ഹൈദരാബാദിലാണ് മെയിൻ ക്യാമ്പസ് ഉള്ളത്. അതുപോലെ തന്നെ ലക്നോ, ഷില്ലോങ് എന്നുള്ള ഏതെങ്കിലും ഓഫ് ക്യാമ്പസുകളും ഉണ്ട്. അപ്പോ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത ഒരുപാട് കോഴ്സുകൾ, അതായത് നമ്മൾ സാധാരണഗതിയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവാത്ത രീതിയിലുള്ള സ്വഭാവത്തിലുള്ള കോഴ്സുകളാണ്. MA ഇംഗ്ലീഷ് കഫ്റ്റീരിയ, MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, MA കമ്പാരറ്റീവ് ലിറ്ററേച്ചർ, MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, MA ഇംഗ്ലീഷ് ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ്, MA ലാംഗ്വേജ് ലിറ്ററേച്ചർ, മീഡിയ കൾച്ചർ തുടങ്ങിയിട്ടൊക്കെയുള്ള വ്യത്യസ്തമായ കോഴ്സുകൾ IFLU പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം നിങ്ങൾ LAQP01 എന്നുള്ള പേപ്പറാണ് എഴുതേണ്ടതായിട്ട് വരിക. മറ്റൊന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ആണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഇതിലെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. MA ഇംഗ്ലീഷ്, MA കമ്പാരറ്റീവ് ലിറ്ററേച്ചർ, MA ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്റ്റഡീസ് എന്നുള്ള 3 കോഴ്സുകളാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റൊന്ന് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, BHU, വൺ ഓഫ് ദി പ്രസ്റ്റീജിയസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. BHU UP-യിലെ വാരണാസിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. MA ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്. BHU-യുടെ മെയിൻ ക്യാമ്പസിന് പുറമെ
BHUമായിട്ട് അഫിലിയേറ്റ് ചെയ്ത കോളേജസിലൂടെയും ഈ പറയുന്ന CUT PG പ്രകാരം അഡ്മിഷൻ നടക്കുന്നുണ്ട്. ഇനി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പ്രധാനപ്പെട്ട മറ്റൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് MA ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി നേരത്തെ ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ കേസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജാമിയ മില്ലിയ ഇസ്ലാമിയ അവരുടേതായിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്ന പോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നടത്തുന്നത്. അവർ എക്സാമിനേഷൻ നടത്തുകയും അവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ അഡ്മിഷൻ പ്രോസസ്സും നടക്കുന്നത്. മറ്റൊന്ന് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ്. ഒരുപാട് ആളുകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ലക്ഷ്യം വെക്കുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽപ്പെട്ട ഒന്നാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലുള്ളത് MA ഇംഗ്ലീഷ് ആൻഡ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സാണ്. രണ്ടും കൂടി ചേർത്തിട്ടുള്ള കോഴ്സാണ്. 125 സീറ്റുകൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് കൂടുതൽ സീറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് ഓപ്പർച്യൂണിറ്റി വൈസ് നോക്കുന്ന സമയത്ത് കൂടുതൽ അവസരങ്ങളും നമുക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ്. അപ്പം മറ്റൊന്ന് ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയാണ്. IGNTU എന്ന് പറയും. മധ്യപ്രദേശിലെ അമർകണ്ടക് എന്നുള്ള സ്ഥലത്താണ് യൂണിവേഴ്സിറ്റി ഉള്ളത്, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി. ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത ഒരു ട്രൈബൽ ഡെവലപ്മെന്റ് ഉദ്ദേശിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ലൊക്കേഷനിലാണ് യൂണിവേഴ്സിറ്റി ഉള്ളത്. ഒരുപാട് മലയാളികൾ പഠിക്കുന്ന വളരെ സജീവമായിട്ടുള്ള ക്യാമ്പസ് ആണ് IGNTU എന്ന് പറയുന്നത്. IGNTUവിലും MA ഇംഗ്ലീഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇനി സദേൺ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റികളെ പരിചയപ്പെടാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, കർണാടകയിലെ ഗുൽബർഗയിലാണ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, കർണാടകയിലെ ഗുൽബർഗയിലാണ് MA ഇംഗ്ലീഷ് കോഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റൊന്ന് ജാർഖണ്ഡ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ്. ഈ കാറ്റഗറിയിൽ നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് കാണാൻ സാധിക്കും. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒഡീഷ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അടക്കമുള്ള ഒരുപാട് കാറ്റഗറി ഈ ഒരേ കാറ്റഗറിയിൽ വരുന്ന യൂണിവേഴ്സിറ്റികളാണ് ഇവിടെല്ലാം എന്നുള്ളത് മനസ്സിലാക്കുക. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത് മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ്. MA ഇംഗ്ലീഷ് അതുപോലെ തന്നെ MA കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ 2 കോഴ്സുകളും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന അതുപോലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ MA ഇംഗ്ലീഷ് കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശ് MA ഇംഗ്ലീഷ് കോഴ്സ് ഓഫർ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഓരോ ലൊക്കേഷൻ അനുസരിച്ച് യൂണിവേഴ്സിറ്റികൾക്ക് അവരുടേതായിട്ടുള്ള ഡിഫറൻസുകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ആ യൂണിവേഴ്സിറ്റിയുടെ ലൊക്കേഷൻ, ആ യൂണിവേഴ്സിറ്റിയുടെ കാലാവസ്ഥക്കനുസരിച്ച് അവർ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവുന്ന കാര്യം ശ്രദ്ധിക്കുക. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ്, MA ഇംഗ്ലീഷ് ഓഫർ ചെയ്യുന്നു. അപ്പൊ എല്ലാ യൂണിവേഴ്സിറ്റിയും നമ്മൾ ഒരേ കാറ്റഗറിയിൽ കാണേണ്ടതില്ല. ചില യൂണിവേഴ്സിറ്റികൾ നമുക്ക് ടയർ 1 കാറ്റഗറി കാണേണ്ടതായിട്ട് പറ്റും, ചില യൂണിവേഴ്സിറ്റി ടയർ 2 ആയിരിക്കും, ചില യൂണിവേഴ്സിറ്റി പുതുതായിട്ട് സ്ഥാപിക്കുന്നതായിരിക്കും, ടയർ 3 വരുന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. മറ്റൊന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒഡീഷ, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ. ഞാൻ ഈ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് ഒക്കെ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യുന്ന ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റികൾ എന്നുള്ളതൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫർദർ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ എങ്ങനെ എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഗ്രൂപ്പ് ആസ് എ കമ്മ്യൂണിറ്റി നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഫോം ചെയ്യുകയും കുറച്ച് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രിപ്പറേഷനും സംഗതികളൊക്കെ നമ്മൾ തുടങ്ങാമെന്ന ഉദ്ദേശത്തിലാണ് ഏർലി സ്റ്റേജിൽ നമ്മൾ വെബിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കോളേജിലെ ഏറ്റവും തിരക്ക് പിടിച്ച ആളുകളായിരിക്കും നിങ്ങൾ. കാരണം എല്ലാവിധ ആക്ടിവിറ്റീസും പ്രോഗ്രാംസും ഒക്കെ വരുന്ന സമയമാണ് ഫൈനൽ ഇയർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു ഫൈനൽ ഇയർ സമയത്ത് നമുക്ക് സമാന്തരമായിട്ട് ഇത്തരം ഒരു പ്രിപ്പറേഷൻ കൂടി കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൂടിയാണ് ഏർലി സ്റ്റേജ് എന്നുള്ള നിലക്ക് നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംഗതികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. MA ഇംഗ്ലീഷ് ഓഫർ ചെയ്യുന്ന മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടു ഓഫർ ചെയ്യുന്നുണ്ട്. ത്രിപുര യൂണിവേഴ്സിറ്റി, തേജ്പൂർ യൂണിവേഴ്സിറ്റി, ഇതൊക്കെ നോർത്ത് ഈസ്റ്റിൽ വരുന്ന യൂണിവേഴ്സിറ്റികളാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് ജില്ലയിലെ ആണ് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പെരിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഒരേ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള മാത്രമാണ്. HNBGU ഹേമാവതി നന്ദൻ ബഹുഗുണ ഗർവൽ യൂണിവേഴ്സിറ്റി ശ്രീനഗർ,
അവരെ ഇംഗ്ലീഷ് സ്റ്റഡീസ് ഓഫർ ചെയ്യുന്നുണ്ട്. മണിപ്പൂർ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. MA ഇംഗ്ലീഷ് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് എന്നുള്ള കോഴ്സാണ് ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സിക്കിം യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ട് MA ഇംഗ്ലീഷ്. അതുപോലെ തന്നെ ഹരിസിംഗോർ വിശ്വവിദ്യാലയം ഉണ്ട്, MA ഇംഗ്ലീഷ് അന്തർ യൂറോപ്യൻ ലാംഗ്വേജ് തന്നെ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഗുരു ഘാസിദാസ് വിശ്വവിദ്യാലയ ഓഫർ ചെയ്യുന്ന കോഴ്സ് ഉണ്ട് MA ഇംഗ്ലീഷ്. മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി ബീഹാർ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി MA ഇംഗ്ലീഷ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്നുള്ള കാറ്റഗറി വരുന്ന സ്ഥാപനമാണ് രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യൂത്ത് ഡെവലപ്മെന്റ് എന്നുള്ള പേരിൽ ശ്രീപെരുമ്പതൂറിൽ രാജീവ് ഗാന്ധി മരണപ്പെട്ട സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യൂത്ത് ഡെവലപ്മെന്റ്, RGNI വഴി അവർ MA ഇംഗ്ലീഷ് ഓഫർ ചെയ്യുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട് MA ഇംഗ്ലീഷ്. ഇന്ത്യയിലെ NIT-കളിൽ NIT ട്രിച്ചി, NIT തിരുച്ചിറപ്പള്ളിയാണ് എന്ത് ചെയ്യുന്നത് MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സ് NIT-കളിൽ MA ഇംഗ്ലീഷ് ഓഫർ ചെയ്യുന്നത്. അത് CUT PG-യുടെ തന്നെ ഭാഗമാണ്. CUT PG എഴുതിയിട്ട് നിങ്ങൾക്ക് NIT-യിൽ എത്താവുന്ന താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് NIT തിരുച്ചിറപ്പള്ളി ഒരു ഓപ്ഷൻ ആണെന്നുള്ളത്. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. ഇനി എന്താണ് സിലബസ്? സിലബസിനെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വരുന്നുണ്ട്, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് വരുന്നുണ്ട്, ലിറ്റററി ടേംസ് വരുന്നുണ്ട്. അതൊക്കെ അറിയുന്നതാണ്. ലിറ്റററി ടേംസ് സംഗതികളൊക്കെ പ്രധാനമായിട്ട് വരുന്നതാണ്. ലിറ്റററി ജോൺറേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആൻഡ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് വരുന്നുണ്ട്. ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി വരുന്നുണ്ട്. പിന്നെ ജനറൽ അവയർനെസ് എന്നുള്ള സ്വഭാവത്തിൽ കറന്റ് ലിറ്റററി ട്രെൻഡ്സ്, കറന്റ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ഇവന്റ്സ്, ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട അവാർഡ്സ് തുടങ്ങിയതൊക്കെ എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾ ഡിഗ്രി, സ്വാഭാവികമായിട്ടും ഡിഗ്രി പഠിക്കുന്ന സംഗതി തന്നെയായിരിക്കും ഇതൊക്കെ. സ്ട്രക്ചറലിസവും പോസ്റ്റ് സ്ട്രക്ചറലിസവും ഒക്കെ നിങ്ങൾ ഡിഗ്രിയിൽ പഠിക്കുന്ന സംഗതിയാണ്. എന്താണ് ഡിഗ്രിയിൽ പഠിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി പഠിക്കുന്നതും എക്സാമിനേഷനും തമ്മിൽ എന്താണ് വ്യത്യാസം? CUT PG തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഫോർമാറ്റിലായിരിക്കും എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ടാവാം. ഡിസ്ക്രിപ്റ്റീവ് ഫോർമാറ്റിൽ നിന്നും നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് ഫോർമാറ്റിലേക്ക് വരണം എന്നുള്ളതാണ് ഈ പറയുന്ന എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഉള്ളത്. അത് നമ്മൾ കൂടുതൽ ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ എഴുതി നോക്കുകയും എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതിയായിട്ട് കാണേണ്ടത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള. ഇനി LAQP 01-ൽ പുറമെ നിങ്ങൾക്ക് ഏതാണ് എക്സാമിനേഷൻ എഴുതാൻ പറ്റുക? എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു ജനറൽ പേപ്പറിനെ കുറിച്ച് കൂടി ജസ്റ്റ് പരിചയപ്പെടുത്താണ്. COQP 11 എന്നുള്ളതാണ് ഈ പേപ്പറിന്റെ പേര്. COQP 11 എന്ന് പറയുന്ന സമയത്ത് വ്യത്യസ്ത കോഴ്സുകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. LLB ഉണ്ട്, വിവിധ യൂണിവേഴ്സിറ്റികളിൽ MA ആന്ത്രപ്പോളജി ഉണ്ട്, വിവിധ യൂണിവേഴ്സിറ്റികളിൽ MA വിമൻ സ്റ്റഡീസ് ഉണ്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ തന്നെ MA സോഷ്യൽ വർക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ തന്നെ MA ജെൻഡർ സ്റ്റഡീസ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ തന്നെ MA കൾച്ചറൽ ഇൻഫോർമാറ്റിക്സ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിൽ, അതുപോലെ തന്നെ MSc ഡിജിറ്റൽ സൊസൈറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിൽ, അതുപോലെ MA സൗത്ത് ഏഷ്യൻ. ഇതൊക്കെ BA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള മേഖലയിലേക്ക് പോകണമെന്ന് താല്പര്യമുള്ള ആളുകളുണ്ടാവുമല്ലോ. അവർ COQP 11 എന്നുള്ള പേപ്പറാണ് അവർക്ക് എഴുതേണ്ടത് എന്നതാണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലുള്ളതാണ്. ഡാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ COQP 11 എഴുതിയാൽ ഒരുപാട് കോഴ്സുകളുണ്ട്. സോഷ്യൽ വർക്ക് വ്യത്യസ്ത പ്രോഗ്രാമുകളാണ്, അതെല്ലാം സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ടതാണ്. ആർട്സ്, ഡെവലപ്മെന്റ് സ്റ്റഡീസ്, വിമൻ സ്റ്റഡീസ്, എഡ്യൂക്കേഷൻ, പബ്ലിക് പോളിസി ആൻഡ് ഗവേണൻസ്, നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഗവേണൻസ്, സിറ്റീസ് ആൻഡ് ഗവേണൻസ്, ഇങ്ങനെ വളരെ വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് 50+ കോഴ്സുകൾ നിങ്ങൾക്ക് TISL കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ്. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ചെയ്യണമെന്നുള്ള ആൾക്കുള്ള ആൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ നിങ്ങൾക്ക് COQP 11 ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശ് അത് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് COQP 11 നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഏകദേശം 60-ലധികം വ്യത്യസ്ത കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഒറ്റ പേപ്പർ എഴുതിയാൽ പോകാൻ പറ്റുന്നതാണ്. LAQP 01 എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്കായിരിക്കും ഒരു പക്ഷെ മാത്രം പോകാൻ പറ്റുക. COQP 11 കൂടി എഴുതുന്ന സമയത്ത് വ്യത്യസ്ത സബ്ജക്റ്റുകളിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും എന്നതാണ്. ഇതിന്റെ ഒരു സിലബസ് നോക്കുന്ന സമയത്ത് സിലബസ് വൈസിൽ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ജനറൽ നോളജ് അവയർനെസ് സ്വാഭാവികമായിട്ടും വരുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസിക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, ലോജിക്കൽ റീസണിങ് വരുന്നുണ്ട്. ഇത്തരം സംഗതികളൊക്കെ വരുന്നുണ്ട്. അപ്പം COQP 11 LAQP 01 എന്നതിന് 2 സബ്ജക്ട്സ് നിങ്ങൾ ഓപ്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ പെപ്പ് ലേണിംഗിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നതാണ്. നമ്മൾ ഈ അടുത്ത വർഷം CUT 2025 CUT 2025 നടക്കുന്ന CUT എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള മെറ്റീരിയൽസ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ,
ഇതുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള സിലബസ് റെഫറൻസ് ബുക്കുകൾ, എൻട്രൻസ് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻസ്, അതുപോലെ തന്നെ എക്സാമിനേഷന് മുമ്പ് വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്ന ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, അത്തരം സംഗതികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഗതിയാണുള്ളത് എന്നതാണ് നമ്മുടെ പെപ്പ് ലേണിംഗ് ആപ്പിന്റെ പ്രത്യേകത. അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 7025 എന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. 7025000444 എന്നുള്ള നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഗതികൾ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സാധിക്കും. മെഗാ ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. യൂണിവേഴ്സിറ്റീസിന്റെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് വിളിച്ചിട്ടുള്ളത്, എപ്പോഴാണ് CUT PG ആപ്ലിക്കേഷൻ ഫോം വിളിക്കുന്നത്, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയേണ്ടതായിട്ട് വരുന്നത്, തുടങ്ങിയിട്ട് എല്ലാവിധ അഡ്മിഷൻ സപ്പോർട്ടുകൾക്കും പോസ്റ്റ് എൻട്രൻസ് എക്സാമിനേഷൻ സപ്പോർട്ട്, എൻട്രൻസ് എക്സാമിനേഷൻ കഴിഞ്ഞ ശേഷം ഇതിന്റെ ഒരു സ്റ്റേജ് കൂടി നിങ്ങൾക്ക് ഒന്ന് സൂചിപ്പിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എൻട്രൻസ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് CUT PG എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. CUT PG എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. നിങ്ങൾക്കറിയാം NTA നെ കുറിച്ച്. NTA ആണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എക്സാമിനേഷൻ, നീറ്റ് അടക്കമുള്ള പരീക്ഷകൾ നടത്തുന്നത്. അപ്പം NTA ആണ് എക്സാമിനേഷൻ നടത്തുന്നത്. NTA സംബന്ധിച്ചിടത്തോളം NTA ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുകയും സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ് NTA ഡ്യൂട്ടി. NTA ഈ സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള സ്കോർ കാർഡ് ബേസ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റീസ് അവരുടെ അഡ്മിഷൻ പ്രോസസ് വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ ഫോം വിളിക്കും. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബും ഡൽഹി യൂണിവേഴ്സിറ്റിയും JNU ഒക്കെ അവരുടെ ആപ്ലിക്കേഷൻ ഫോം വിളിക്കും. വീണ്ടും നമ്മൾ അതത് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റിൽ അപേക്ഷിക്കുക എന്നുള്ളതാണ് ബേസിക്കലി ചെയ്യേണ്ടത്. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മള് ആദ്യ യൂണിവേഴ്സിറ്റികൾ അവരുടെ അഡ്മിഷൻ കോൾ ഫോർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും റാങ്ക് ലിസ്റ്റ് പ്രകാരം ആ യൂണിവേഴ്സിറ്റികൾ അവരുടെ അഡ്മിഷൻ പ്രോസസ് നടത്തുകയാണ് ചെയ്യുക. അപ്പൊ ഇതൊരു വലിയ പ്രോസസ്സാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ കംപ്ലീറ്റ്ലി നിങ്ങളോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട സപ്പോർട്ടിനും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പെപ്പ് ലേണിംഗ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7025000444 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ലിസണിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേഴ്സണലി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പറയുകയും ചെയ്യാം എന്നതാണ്. അപ്പോൾ ഇനി മീൻവൈൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങളുടെ മെസ്സേജ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് സെഷൻ കഴിഞ്ഞ ശേഷം ചോദിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് എന്നതാണ്. സോ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ അതിന് കംപ്ലീറ്റ്ലി ഒരുമിച്ച് മറുപടി പറയുന്നതായിരിക്കും. മീൻവൈൽ നമ്മളെ അടുത്ത ഗസ്റ്റുകൾ കൂടി സംസാരിക്കാൻ തോന്നുന്നു. നമ്മളൊരു 8:30 മുമ്പായിട്ട് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യണം എന്നുള്ളതാണ് കരുതുന്നത്. സോ ഇത് ഹലോ, കേൾക്കാം. ഓക്കെ, ഹായ്, താങ്ക് യു സർ ഫോർ ഇൻവൈറ്റിംഗ്. ഞാൻ ആർച്ച ശിവൻ. ഞാൻ ഇപ്പം ഈ വർഷം JNUവിൽ നിന്ന് ഞാൻ ദിസ് മെയ് കംപ്ലീറ്റ് ചെയ്തു കോഴ്സ് MA ഇംഗ്ലീഷ്. സോ നബീൽ സർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, CUET എക്സാംസിനെ പറ്റിയിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ പറ്റിയിട്ടും. ഞാൻ JNUവിനെ പറ്റിയും സെന്റർ ഫോർ ഇംഗ്ലീഷ് സ്റ്റഡീസിനെ പറ്റിയും ജനറൽ ആയിട്ടൊരു ഓവറോൾ പിക്ചർ വളരെ പെട്ടെന്ന് പറയാം. സോ സെന്റർ ഫോർ സ്കൂൾ ഓഫ് ലാംഗ്വേജ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളിലാണ് JNUവിൽ സെന്റർ ഫോർ ഇംഗ്ലീഷ് സ്റ്റഡീസ് വർക്ക് ചെയ്യുന്നത്. സെന്ററിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ JNUവിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സെന്റർ ആണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് തന്നെയാണ് JNUവിൽ നമ്മൾ സെന്റേഴ്സ് എന്ന് പറയുന്നത്.
പിന്നെ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു സെന്റർ ആണ്. അധികം റെസ്ട്രിക്ഷൻസും സ്ട്രിക്റ്റ് ഒന്നും അല്ലാത്ത വളരെ ഫ്രീ ആയിട്ട് ഫാക്കൽറ്റീസും സ്റ്റുഡൻസും തമ്മിൽ വളരെ ക്ലോസ് കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി, ഒരു സെന്റർ ആണ് ഇംഗ്ലീഷിന്റെ. പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ഇംഗ്ലീഷിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് രാജ്യത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പ്രൊഫസേഴ്സ് ജസ്റ്റ് വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ബെസ്റ്റ് പ്രൊഫസേഴ്സ് ആണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. പിന്നെ വളരെ ചെറിയൊരു ക്ലാസ് ആണ്, 39 ആണ് സ്ട്രെങ്ത്. എൻ്റെ ബാച്ചിലർ അറൌണ്ട് 35 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്ലോസ് കോണ്ടാക്ട്, എല്ലാവരും പ്രൊഫസേഴ്സ് 1-on-1 ഇന്ററാക്ഷൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ക്ലാസ് റൂമിൽ. പിന്നെ സെന്ററിന്റെ ഫംഗ്ഷനിങ് നോക്കുകയാണെങ്കിൽ ഒരു ട്രഡീഷണൽ സിസ്റ്റത്തിൽ നിന്ന് വിട്ടാണ് JNUന്റെ ഇംഗ്ലീഷ് സെന്റർ വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് എക്സാംസ് കമ്പൽസറി അല്ല എഴുതുന്നത്, മോർ ഒരു റിസർച്ച് ഓറിയന്റഡ് സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പം MPhil ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ PhD എയിം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആസ് എ സബ്ജക്ട് കുറേയും കൂടി ഫോക്കസ് ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു ഹെൽപ്പാണ് സെന്റർ ഫോർ ഇംഗ്ലീഷ് സ്റ്റഡീസ് കൊടുക്കുന്നത്. സോ നമുക്ക് കൂടുതലും പ്രസന്റേഷൻസ് ഒരുപാട് ഉണ്ടാവും. പ്രൊഫസേഴ്സ് ഇൻപുട്ട് തരും, പക്ഷെ നമ്മൾ തന്നെ പ്രസന്റ് ചെയ്യുക. പിന്നീട് ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ് എഴുതാനുണ്ടാവും. അപ്പം എക്സാംസ് നടത്തുമോ ഇല്ലയോ എന്നുള്ളത് പ്രൊഫസേഴ്സിന് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ അല്ലെങ്കിൽ ഓപ്പൺ ബുക്ക് എക്സാംസ് നടത്താം. കൂടുതലും നമ്മുടെ പാർട്ടിസിപ്പേഷൻ, ക്ലാസ് റൂമിലെ ഡിസ്കഷൻസ്, ഡിബേറ്റ്സ്, പിന്നെ PPT പ്രസന്റേഷൻസ്, അങ്ങനെ റിസർച്ച് പേപ്പേഴ്സ് എഴുത്ത്, അതാണ് മെയിൻ ആയിട്ട്. ടേം പേപ്പേഴ്സ് എന്ന് നമ്മൾ പറയും, അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ സിലബസിന്റെ ഒരു കൺസ്ട്രക്ഷൻ ആയാലും ഒരു ട്രഡീഷണൽ ഇംഗ്ലീഷ് സിലബസിൽ നിന്ന് ഒരുപാട് ഡീവിയേറ്റ് ചെയ്യുന്ന ഒരു സിലബസ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ജനറലി ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, ആ ഒരു കോൺസെൻട്രേഷൻ ആയിരിക്കും. ഇങ്ങോട്ട് MA JNUലോട്ട് വരുമ്പോൾ പ്രൊഫസേഴ്സിന് ഡിസൈഡ് ചെയ്യാം സിലബസ്. അപ്പം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കോഴ്സസ്, ലൈക്ക് ഫിലിം ആൻഡ് ലിറ്ററേച്ചർ എന്നൊരു കോഴ്സ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പോപ്പുലർ കൾച്ചർ, അങ്ങനെ ക്രിറ്റിസിസത്തിന്റെ തന്നെ വേരിയഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ്. അപ്പം നല്ല വെറൈറ്റി സിലബസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചൂസ് ചെയ്യാം, ലൈക്ക് 2 വർഷം കൊണ്ട് 16 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണുള്ളത്. അതിൽ 12 പേപ്പേഴ്സ് മിനിമം ഫ്രം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. ബാക്കി നമുക്ക് ഏത് സെന്ററിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. ഇപ്പം സോഷ്യോളജിയിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വിമൻ സ്റ്റഡീസ്, ജെൻഡർ, കാസ്റ്റ്, അങ്ങനെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ, ഇന്റർനാഷണൽ റിലേഷൻസ്, ഇതെല്ലാം റെപ്യൂട്ടഡ് ആയിട്ടുള്ള സെന്റേഴ്സ് ആണ് JNUല്. അപ്പൊ നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് ഏത് സെന്ററിൽ നിന്ന് വേണമെങ്കിലും ഓപ്ഷണൽസ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇംഗ്ലീഷ് ആൻഡ് ഔട്ട്സൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെന്റർ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ നേഷൻ. ഫാക്കൽറ്റി അടിപൊളിയാണ് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ. പിന്നെ നമുക്ക് ഫൈനൽ സെമസ്റ്ററിൽ ഒരു ഡെസർട്ടേഷൻ കോഴ്സ് ഉണ്ട്, അതും കമ്പൽസറി അല്ല, വേണമെങ്കിൽ എടുത്താൽ മതി. പക്ഷെ ഈ പറഞ്ഞ പോലെ MPhil ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ റിസർച്ച് ഫോക്കസ് ചെയ്യുന്നവർക്ക് അത് ഭയങ്കര ഒരു ഗൈഡിങ് ആയിരിക്കും. ഇതാണ് സെന്ററിനെ പറ്റി പറയാനുള്ളത്. ഡീറ്റെയിൽസ് കൂടുതൽ വെബ്സൈറ്റിൽ തന്നെയുണ്ട്, ഫാക്കൽറ്റീന്റെ ഡീറ്റെയിൽസും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ JNU കൈൻഡ് ഓഫ് ഒരു ബ്രാൻഡാണ്. നമ്മളെല്ലാവരും പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു പേരാണ് JNU. ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്, ലൈക്ക് പൊളിറ്റിക്കലി ആൻഡ് അതർവൈസ്. അപ്പം ഇത് നമ്മൾ ന്യൂസിലൊക്കെ പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസസിനെ പറ്റിയാണ് കേൾക്കുന്നതെങ്കിലും ഇതിലൊന്നും ഇൻവോൾവ് ചെയ്യാതെ നമുക്ക് നമ്മളുടെ അക്കാഡമിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക് അവിടെ ഒരു തടസ്സവും ഇല്ലാതെ അത് പോവാം. അപ്പം അങ്ങനെ ന്യൂസ് കണ്ട് പേടിച്ച് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും ഇല്ല. നമുക്ക് ജനറലി ഒരു അവയർനെസ് എല്ലാത്തിനെയും പറ്റിയും കിട്ടുന്നുണ്ട്. ലൈക്ക് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്, അറൌണ്ട് 1000 acres വരുന്ന ഒരു ക്യാമ്പസ് ആണ് JNUന്റെ. അപ്പോൾ നമുക്ക് വളരെ കാം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഒരു ലൈഫ്, ക്യാമ്പസ് ലൈഫ് അടിപൊളിയാണ്. റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്. സോ ഓൾമോസ്റ്റ് എല്ലാവർക്കും അവിടെ, ഡൽഹിയിൽ ഔട്ട്സൈഡ്, നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നവർക്കൊക്കെ എല്ലാവർക്കും അവിടെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. അറൌണ്ട് 20 ഹോസ്റ്റൽസ് JNUലുണ്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഭയങ്കര ചീപ്പായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ലൈക്ക് പെർ സെമിസ്റ്റർ നമുക്ക് ലെസ് 250 rupees ആണ് ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നത്. പിന്നെ ആകെ മാക്സിമം പോയാൽ 3000 rupees നമുക്ക് ഹോസ്റ്റൽ പെർ മന്ത് വരുന്നുണ്ട്. 2500 തൊട്ട് സ്റ്റാർട്ടിങ്, ചില മാസങ്ങളിൽ മാക്സിമം 3000 പോകാറുണ്ട്, അത്രയേ ഉള്ളൂ. സോ ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു ഫെസിലിറ്റിയിൽ നമുക്ക് ഡൽഹി പോലൊരു സ്ഥലത്ത് ക്ലോസ് ഇന്ററാക്ഷനിൽ പഠിക്കാൻ പറ്റുന്ന, ലൈക്ക് എല്ലാ സ്ഥലത്തും നല്ല ബെസ്റ്റ് ഫാക്കൽറ്റിയുടെ കീഴിൽ എല്ലാ സ്ഥലത്തും നല്ല കുട്ടികളുടെ കൂടെ പഠിക്കാൻ പറ്റുന്നുണ്ട് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. പിന്നെ ഓഫ്കോഴ്സ് ലൈബ്രറി ഫെസിലിറ്റീസ് സാർ പറഞ്ഞ പോലെ തന്നെ 24/7 അവൈലബിൾ ആണ്. ഇത് നമ്മൾ ലൈബ്രറി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ബുക്സ് എടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലാതെ നമുക്ക് റീഡിംഗ് റൂംസും അവൈലബിൾ ആണ്, ലൈക്ക് 24/7. സോ നമുക്ക് അവിടെ ചെന്നിരുന്ന് പഠിക്കാൻ പറ്റും. സോ റീഡിംഗ് റൂംസ് ആണ് ആക്ച്വലി കൂടുതലും ബുക്ക് എടുക്കുക എന്നുള്ള ഒരു ഇതിനെക്കാട്ടിൽ ആൾക്കാർ ആക്സസ് ചെയ്യുന്നത്.
ലൈബ്രറി എത്ര ഫ്ലോർ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തേക്കോ. 11 ഫ്ലോർസ് ആണ്, 11 ഫ്ലോർ ലൈബ്രറി ആണ്. പിന്നെ അതല്ലാതെ റീഡിംഗ് റൂംസ് എല്ലാ ഫ്ലോറിലും അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ഫ്ലോർസിലും നമുക്ക് റീഡിംഗ് റൂംസ് ഉണ്ട്. അപ്പൊ ഈ റീഡിംഗ് റൂംസ് നൈറ്റും ഡേയും ഈക്വലി നമുക്ക് 24/7 അവൈലബിൾ ആണ്, ക്യാമ്പസിനുള്ളിൽ തന്നെയല്ലേ. അപ്പം അതിനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ്കോഴ്സ് മലയാളികൾ ഒരുപാടുള്ള ക്യാമ്പസ് ആണ്. MA-ക്ക് ലൈക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ചിലപ്പം ഇംഗ്ലീഷിൽ ഇപ്പം എൻ്റെ ക്ലാസ്സിൽ 3 കുട്ടികളായിരുന്നു ഞാനും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബട്ട് അതർവൈസ് PhD-ക്ക് ഒരുപാട് മലയാളികളുണ്ട്. നമുക്കൊരു മലയാളി കമ്മ്യൂണിറ്റിയോട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓണം പോലുള്ള ആഘോഷങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. സോ ജനറലായിട്ട് ഇതൊക്കെയാണ് JNU-നെ പറ്റി പറയാനുള്ളത്. ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. ക്യാമ്പസ് ലൈഫ് നല്ല എൻജോയബിൾ ആണ്. പ്ലസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ നേഷൻസ്. ആൻഡ് വി ഓൾസോ ഹാവ് ഔട്ട്സൈഡ് സ്റ്റുഡൻസ് ഓൾസോ. ബംഗ്ലാദേശിൽ നിന്നും ഒക്കെയുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്, പുറത്തുനിന്നുള്ള കുട്ടികൾ. പിന്നെ എക്സ്ചേഞ്ച് ആയിട്ട് വരുന്ന ഫോറിൻ സ്റ്റുഡൻസ് ഒരുപാടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സെന്ററും വർക്ക് ചെയ്യുന്നത് നല്ല എഫിഷ്യന്റ് ആയിട്ടാണ്. ഒരു ടോട്ടലി ഒരു ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നെങ്കിലും എല്ലായിട്ടും ലൈക്ക് എല്ലാ സെന്റേഴ്സിൽ നിന്നും കോഴ്സസ് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് എല്ലാം ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനിങ് ആണ്. പ്രൊഫസേഴ്സും ബെസ്റ്റ് ആണ്. ലൈക്ക് ഉദയകുമാർ അല്ലെങ്കിൽ ബൃന്ദ ബോസ് എന്നൊക്കെ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് നേഷനിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതേ ഉള്ളൂ. എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു. താങ്ക് യു ആർച്ച. ആർച്ചയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ആർച്ച പറഞ്ഞത് പോലെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ വളരെ ചീപ്പായിട്ട് പഠിക്കാൻ പറ്റിയ പ്രൊവിനന്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് JNU എന്ന് പറയുന്നത്. JNU-യുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേറെ ഏത് യൂണിവേഴ്സിറ്റിയിലും കാണാൻ പറ്റാത്ത ഫീസ് സ്ട്രക്ചറാണ്. നേരത്തെ JNU-ൽ ഭയങ്കരമായ പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നത് ഫീസ് സ്ട്രക്ചർ ഹൈക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നമുക്ക് ഡൽഹി പോലൊരു പ്രൈം സെന്ററിൽ അത്രയും എല്ലാ ഫെസിലിറ്റിയോടും കൂടി നിങ്ങൾക്ക് പൈസ ഒന്നും ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് JNU എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും JNU-ൽ വന്നതുകൊണ്ടും അതിന് എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ കേരളത്തിൽ ഒരു കോളേജിലും 11 നിലയുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ ലൈബ്രറി മാത്രം 11 ഫ്ലോർ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഡൽഹി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ റഷ് ഉണ്ടല്ലോ, ആ റഷ് നിങ്ങൾക്ക് ക്യാമ്പസിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു റഷും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സവിശേഷത. വളരെ കാം പീസ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ JNU എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി എത്തിച്ചേരാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിലൊക്കെ ആർച്ച കുഡ് ഓൾസോ ഹെൽപ്പ് ഫോർ ദാറ്റ്. നിങ്ങൾ ഡെഫിനറ്റ്ലി അത്തരം സംഗതികൾക്കൊക്കെ കണക്ട് ചെയ്യാവുന്നതാണ്. യെസ്, can I ask a question? ഗുഡ്. Okay. എനിക്ക് ചോദിക്കാനുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഇപ്പം ഐ എം സ്റ്റഡിങ് അറ്റ് ഫറൂഖ് കോളേജ്, ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് മൊത്തം ഒരു കണ്ടൻസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഈവൻ ദോ വി ആർ സ്റ്റഡിങ് ലിറ്റററി തിയറി, ക്രിറ്റിസിസം ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ഇത് വളരെ ചുരുക്കി കണ്ടൻസ്ഡ് ആക്കിയിട്ട് എന്താണ് സ്ട്രക്ചറലിസം, എന്താണ് പോസ്റ്റ് സ്ട്രക്ചറലിസം, ഇത് മാത്രം ഒതുങ്ങുന്ന കൈൻഡ് ഓഫ് ഒരു സിലബസ് ആണ്. അപ്പം നമ്മളെ റൈറ്റിംഗ് സ്റ്റൈലും ഇതിലൂടെ തന്നെ ചുരുങ്ങി പോവാണ്. നമ്മൾ എക്സ്ട്രാ ആയിട്ട് റീഡിങ്സ് വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ എക്സാമിന് അവർ പറയും നിങ്ങൾ ഇന്നത് മാത്രം പഠിച്ചാൽ മതി ആൻഡ് യു കെൻ ഗെറ്റ് ഗുഡ് മാർക്സ്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ലിമിറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ നമ്മൾ അതിൽ കൂടുതൽ നമ്മൾ എപ്പോഴാ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ CUET പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് വരുമ്പോഴാണ്. അപ്പം എനിക്കുള്ള ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം JNU ഓർ JMI ഇതുപോലെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്ന സമയത്ത് നമ്മളെ ടീച്ചേഴ്സ് ഒക്കെ അവിടെ പഠിച്ചവർ പറഞ്ഞിട്ടുള്ളത് ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. അതായത് ഇപ്പം നമ്മൾ ഇവിടെ എഴുതുന്ന ഒരു എസ്സേന്റെ ലെവൽ എന്ന് പറയുമ്പോൾ അവരെ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ ഭയങ്കര ലോ ആണ്. അതായത് നമ്മൾ അത്രയും നോളജ് ഉള്ള സ്കിൽഫുൾ ആയിരിക്കണം എന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര പ്രശ്നമാവോ? എനിക്ക് ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി പോലെ തോന്നുന്നതാണ്. ഈവൻ ദോ ഐ വോണ്ട് ടു ട്രൈ, എനിക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമാവോ അത്? ഇവരെല്ലാരും എഴുതുന്ന ഒരു റിസർച്ച് പേപ്പർ എഴുതണം പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾക്ക് പോലും റിസർച്ച് പേപ്പർ എന്നുള്ള കോൺസെപ്റ്റ് അവർ കൊണ്ടുവരുന്നത് ലാസ്റ്റ് ഇയറിലാണ്. അപ്പം അവരെന്നെ പറയും ഇത്ര അധികം പോവാനുള്ള ഒരു സബ്ജക്ട് എടുക്കണ്ട കേട്ടോ, നിങ്ങൾ ചെറിയൊരു സബ്ജക്ട് എടുത്താൽ മതി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട് എടുത്താൽ മതി, ഓൾറെഡി ഉള്ള പേപ്പേഴ്സ് ഉള്ള ഇതെടുത്താൽ മതി, നിങ്ങൾ അധികം ചെയ്യേണ്ട. ഈവൻ ദോ ഓരൊക്കെ സപ്പോർട്ട് ആണെങ്കിലും അവർ നമ്മൾ അങ്ങ് ഉന്തി വിടുന്നില്ല, നിങ്ങൾ ഇത് ചെയ്യും, നിങ്ങൾ അതിൽ റിസർച്ച് ചെയ്യുന്നുള്ള രീതിക്ക്.
അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു പേടിയുണ്ട്. നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മളൊരു ക്വാളിറ്റി ഓഫ് റൈറ്റിംഗ് ഇസ് വെരി ലോ വെൻ കമ്പയർഡ് ടു അതർ സ്റ്റുഡൻസ് എന്നുള്ളൊരു സംഭവം. ഇനി മുന്നേ സംസാരിച്ച ആൾക്കാരൊക്കെ പറയുന്നത് ഇതാണ്, അതായത് അവര് പോയപ്പോൾ ആദ്യ ഒരു പ്രശ്നം ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ അതിലൊരു പേടിയുണ്ട് ചെറുതായിട്ട്. അപ്പൊ അതിനോട് എന്താ പറയാനുള്ളത്? I think Arsha can add to that. I think I'll also. യെസ് സർ. ഇത് ഇങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റിയുടെ ആവശ്യം എന്തായാലും ഉണ്ടാവില്ല. കാരണം എസ്പെഷ്യലി CUET പോലെ ഒരു എൻട്രൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം എല്ലായിടത്തു നിന്നുള്ള കുട്ടികൾ ക്യാമ്പസിൽ വരുന്നുണ്ട്. ഇപ്പൊ നേരത്തെ കുറച്ചും കൂടി ഒരു എലൈറ്റ് ക്ലാസ്സിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ CUET വന്നതിന് ശേഷം നമുക്ക് ഭയങ്കര ലൈക്ക് ഇപ്പം ഒഡീഷയിലൊക്കെ ഭയങ്കര ഉള്ളിലുള്ള സ്റ്റേറ്റ്സിലും യൂണിവേഴ്സിറ്റീസിലും ഉള്ള കുട്ടികൾ എൻ്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ട്. ബട്ട് ദ ലെവൽ ഓഫ് ഇംപ്രൂവ്മെന്റ്, നമ്മൾ അഫ്കോഴ്സ് ആദ്യം ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും പറഞ്ഞു തരാനും പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഒന്നെങ്കിൽ നമുക്ക് ഫാക്കൽറ്റീസിനോട് തന്നെ ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ PhD ചെയ്യുന്ന നമ്മുടെ സീനിയേഴ്സ് മലയാളികളൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഭയങ്കരമായിട്ട് ഉള്ള യൂണിവേഴ്സിറ്റിയാണ് ഇപ്പൊ JNU ഒക്കെ പറയുകയാണെങ്കിൽ. അപ്പൊ നമുക്കൊരു, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ്സിൽ തന്നെ ഇന്ററാക്ഷനും ഡിസ്കഷൻസും വഴിയാണ് നമ്മൾ കൂടുതലും പഠിക്കുന്നത്. അപ്പം എനിക്കൊന്ന് അവിടെ എത്തിപ്പെടാനുള്ള, ഇപ്പം നിങ്ങളിപ്പോ ഡിഗ്രി ചെയ്യുന്ന ഈ ഒരു സ്റ്റേജിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, എക്സാമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. CUETക്ക് ഇത് എങ്ങനെ എക്സാം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആൻഡ് വൺസ് യു ആർ ദെയർ, എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴത്തേന് യു ക്യാൻ ടാക്കിൾ ഇറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രൊഫസേഴ്സ് ആരും നമ്മളെ ഒരിക്കലും ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് പ്രൊഫസേഴ്സ് ഒന്നും ഇല്ല. പിന്നെ റിസർച്ച് പേപ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് സെമ്മിൽ നമ്മൾ എഴുതുന്ന റിസർച്ച് പേപ്പർ, ഇപ്പം ഞാൻ DUലായിരുന്നു ഡിഗ്രി പഠിച്ചത്, എന്നിട്ടും എനിക്ക് കുറച്ചെങ്കിലും ഒരു അറിവുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു പേപ്പർ എഴുതേണ്ടത്. റിസർച്ച് പേപ്പർ ഒന്നും അല്ലെങ്കിലും കുറച്ച് അസൈൻമെന്റ്സ് എങ്കിലും ഞങ്ങൾ എഴുതായിരുന്നു. എന്നിട്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് സെമ്മിൽ ചെന്നിട്ട് റിസർച്ച് പേപ്പർ, ടേം പേപ്പർ എഴുതാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് സെഷൻസ് വെച്ചു, PhD സ്കോളേഴ്സ് സെഷൻസ് വെച്ചു, എങ്ങനെയാണ് ഒരു പേപ്പർ എഴുതേണ്ടത്. പ്രൊഫസേഴ്സ് പറഞ്ഞു തന്നു എങ്ങനെയാണ് ഒരു പേപ്പർ എഴുതേണ്ടത്, എന്താണ് അതിന്റെ സ്ട്രക്ചർ, എന്തിനാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അവർ ഒരുപാട് സാമ്പിൾ പേപ്പേഴ്സ്, ഇപ്പൊ JSTOR പോലുള്ള സൈറ്റിൽ നിന്ന് നമുക്ക് പേപ്പേഴ്സ് വായിക്കാനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും. നമ്മൾ ഒരുപാട് പേപ്പേഴ്സ് എഴുതുന്നുണ്ട് ഈ 2 ഇയേഴ്സിന്റെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഫസ്റ്റ് ഒക്കെ എന്തായാലും ഡിഫിക്കൽട്ടി ഉണ്ടാവും. അതിനി ലൈക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. ഇപ്പം JNU പോലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ടോപ്പ് സ്റ്റുഡൻസ് ആണെന്നുള്ള ഒരു മെന്റാലിറ്റി വെച്ച് വന്നിട്ട് എന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ആരും റിസർച്ച് പേപ്പർ എങ്ങനെ എഴുതണ്ടേന്ന് അറിഞ്ഞു വന്ന ഒരു കുട്ടി പോലും ഉണ്ടായിരുന്നില്ല. ബട്ട് അവിടെ നിന്ന് നമ്മൾ ഇംപ്രൂവ് ചെയ്താണ് ഫൈനൽ 4th സെമിസ്റ്റർ വരുമ്പോൾ നമുക്കൊരു ഡെസർട്ടേഷൻ കിട്ടുന്നത്. സോ ഞാൻ അവിടെ എത്തിപ്പെട്ടാൽ എനിക്ക് പ്രശ്നമാവോ എന്നുള്ളൊരു ചിന്ത മാറ്റിയിട്ട് ഐ തിങ്ക് യു ഷുഡ് കോൺസെൻട്രേറ്റ് എങ്ങനെയാണ് ഇപ്പൊ ഈ എക്സാം ടാക്കിൾ ചെയ്യാൻ പറ്റുക, CUETയുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം എന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിന് കൂടുതൽ I'll add to that. ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാം. നദ കൂടിയും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞ ശേഷം I'll also answer to that question. I think I have something to say on that. So Nada, are you there? Yes, sir. Okay. Okay. Just on the Delhi University experience, ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് അഡ്രസ് ചെയ്തുകൊണ്ട് പറയാൻ നന്നാവും. Okay. Alright. So ഞാൻ നദ നസ്രിൻ. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഞാൻ DU തന്നെയാണ് ചെയ്തത് ഇംഗ്ലീഷിൽ. ഞാൻ 2018 DUവിൽ ബാച്ചിലേഴ്സിന് BA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തത്. നോർത്ത് ക്യാമ്പസിൽ രാംജോസ് കോളേജിലായിരുന്നു എൻ്റെ ബാച്ചിലേഴ്സ്. പിന്നെ 2021 to 23 ബാച്ചായിരുന്നു ഞാൻ മാസ്റ്റേഴ്സ് ഞാൻ ചെയ്തത് സൗത്ത് ക്യാമ്പസിൽ ഗാർഗി കോളേജിലായിരുന്നു. അപ്പോൾ ടോട്ടൽ ഒരു 5 years ഡൽഹി തന്നെ ആയിരുന്നു എൻ്റെ ഇംഗ്ലീഷ് സ്റ്റഡീസ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോ സാർ നബിൽ സാർ പറഞ്ഞതും മാർഷ പറഞ്ഞതൊക്കെ തന്നെയാണ് ഓവറോൾ ഒരു ഡൽഹിയിലെ ഒരു യൂണിവേഴ്സിറ്റി ഒരു അക്കാഡമിക് സ്പേസിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്. അതിൽ ഞാൻ DUവിന്റെ മാത്രം കുറച്ച് സ്പെസിഫിക് ആയിട്ട് പറയും. ഓവറോൾ പ്രൊസീജിയർ ഒക്കെ ഇത് തന്നെയാണ്. പിന്നെ DUവിന്റെ വൺ ഓഫ് ദി മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഇംഗ്ലീഷ്. ഒരുപാട് സീറ്റ് കപ്പാസിറ്റി വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 400 സീറ്റ് ഉണ്ട് DUവിന്. എക്സാക്ട്ലി 386 സീറ്റ് ഉണ്ട്. അപ്പോ ഇത്രയും സീറ്റ് ഉണ്ട്, അത്രയും എന്താ പറയാ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന് റെപ്രസെന്റേഷൻ ഉണ്ട് DUവിൽ. നമ്മുടെ സിലബസ് അത്രയും വാസ്റ്റ് ആണ്, ഇൻ ഡെപ്ത് സിലബസ് ആണ് വരുന്നത്. മൊത്തം DUവിൽ ഓൾമോസ്റ്റ് 91 കോളേജസ് ഉള്ളതിൽ 79 കോളേജസിലും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്.
അതായത് ഇത്രയും കോളേജസിൽ ബാച്ചിലേഴ്സ് ആണ് വരുന്നത്. ഇതിൽ 20 കോളേജസ് മാസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിയുടെ ഒരു സ്ട്രക്ചറിൽ അധിക മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PG കോഴ്സസ് നേരിട്ട് ഡിയുടെ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് വരുന്നത്. അതിൽ ഇംഗ്ലീഷിൻ്റെ കുറച്ച് ഡിഫറൻസ് ഉള്ളത് ഇത്രയും സീറ്റ് കപ്പാസിറ്റി ഉള്ള കാരണം നമ്മളിങ്ങനെ കോളേജ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കോളേജിന് അധികം റെലവൻസ് ഒന്നുമില്ല. പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സിന് മാത്രമാണ് നമ്മൾ കോളേജിന് റിലേ ചെയ്യുക. അപ്പൊ ഞാൻ PG ചെയ്തത് ഗാർഗി കോളേജിലായിരുന്നു. അപ്പോൾ ഞാൻ കോളേജായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാവില്ല. നമ്മള് ഫൈനലി യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോലെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്, അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സിലാണ് കോളേജിന് ഒരു എന്താ പറയാ റോള് വരുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും നമുക്ക് ക്ലാസ് നടക്കാം. ആഴ്ചയിൽ 5 ദിവസം ക്ലാസ് ഉണ്ടാകും. ഈ 5 ക്ലാസ്സിൽ 4 ക്ലാസ് നമുക്ക് ലെക്ചേഴ്സ് ആയിരിക്കും 4 ദിവസം. അത് നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നടക്കും റെഗുലർ ആയിട്ട്. പിന്നെ നമ്മളെ കോളേജ് അനുസരിച്ച് ആഴ്ചയിൽ ഒരു ദിവസം നമ്മളെ കോളേജ് ചിലപ്പോൾ ട്യൂട്ടോറിയൽസ് പ്രൊവൈഡ് ചെയ്യും. അത് ചില കോളേജസ് ഒന്നും റെഗുലറായി പ്രൊവൈഡ് ചെയ്യില്ല, പക്ഷെ ഒരുവിധം കോളേജസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ DUല് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ക്ലാസ്സിൽ ഇത്രയും വോളിയം വരുന്നുണ്ട് കുട്ടികളെ. അപ്പൊ ക്ലാസ് ലെക്ചേഴ്സ് അത്ര ഇന്ററാക്റ്റീവ് ആവുക എന്നുള്ളത് പോസിബിൾ അല്ല, അത്രയും കുട്ടികൾ ക്ലാസ്സിൽ വരുന്ന കാരണം. അപ്പൊ എന്ത് ചെയ്യും, ഓരോ കോളേജിലും ഒരു 10 to 15 സ്റ്റുഡൻസ് ആയി ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ കോളേജിൽ നടക്കുന്ന ആഴ്ചയിൽ ഒരു ദിവസം കോളേജിൽ നടക്കുന്ന ട്യൂട്ടോറിയൽ സെക്ഷൻസ് എങ്ങനെയായിരിക്കും, കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് മോഡിലായിരിക്കും. അത് കൂടുതൽ നമുക്ക് റിസർച്ച് ഓറിയന്റഡ് സെമിനാർസ്, ഡിബേറ്റ്സ്, അങ്ങനെ കുറച്ചും കൂടി എന്താ പറയാ നമുക്ക് ടീച്ചേഴ്സിനായിട്ട് അടുത്ത് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ആയിരിക്കും കോളേജ് ഓപ്പൺ ചെയ്ത് തരാം. ഓക്കെ. പിന്നെ ഇനി മൊത്തം 20 കോളേജസ് DU PG ഫാക്കൽറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിൽ 8 കോളേജസും വിമൻ കോളേജസ് ആണ്. ഓക്കെ. 12 കോളേജസ് മാത്രമാണ് കോമൺ ആയിട്ട് ഗേൾസിനും ബോയ്സിനും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നമ്മൾ ലിസ്റ്റ് അപ്ലിക്കേഷൻ ടൈമിൽ കോളേജിന്റെ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ കൂടുതൽ ചാൻസസ് ഉണ്ട്, നമുക്ക് 8 കോളേജ് എക്സ്ട്രാ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ DUന്റെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് നോർത്ത് ക്യാമ്പസിൽ മാത്രമാണ് വരുന്നത്. നോർത്ത് എന്ന് പറഞ്ഞാൽ മൊത്തം 91 കോളേജസ് ഉള്ളതിനെ ഡൽഹിയുടെ നോർത്ത് ഭാഗം സൗത്ത് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നോർത്ത് ക്യാമ്പസിലാണ് അധിക കോളേജസിന്റെയും PG ഫാക്കൽറ്റി വരുന്നത്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന് ഇത്രയും വോളിയം ഉള്ള കാരണം നമുക്ക് നോർത്തിലും ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്, സൗത്തിലും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോർത്തിൽ ഒരു ആർട്സ് ഫാക്കൽറ്റി ബിൽഡിംഗ് ഉണ്ട്, സൗത്തിലും ഒരു ബിൽഡിംഗ് ഉണ്ടാവും. നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ കൺവീനിയൻസ് പോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ. നമ്മൾ അഡ്മിഷൻ ഈവൻ സൗത്തിൽ ഒരു കോളേജിൽ എടുത്താലും നമുക്ക് സ്റ്റേ ബാക്കി കാര്യങ്ങളൊക്കെ കൺവീനിയന്റ് നോർത്തിലാണെങ്കിൽ നമുക്ക് നോർത്തിലും ക്ലാസ് അറ്റൻഡ് ചെയ്യും. അതൊന്നും അത്ര എന്താ പറയുക ആർബിട്രറി അല്ല. ഓക്കെ. പിന്നെ DUൻ്റെത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള അധികവും നമുക്ക് ഭയങ്കര അപ്രോച്ചബിൾ ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്. ഇപ്പോൾ ഞങ്ങൾ പഠിച്ച ടൈമിൽ നമുക്കൊരു മലയാളി പ്രൊഫസർ ഉണ്ട്, ശ്വേത ആന്റണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കാലിബറുള്ള, നമുക്ക് നല്ലോണം അപ്രോച്ചബിൾ ആയിട്ടുള്ള, നമ്മൾ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള 2 വർഷമാണ് DUലെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും കുട്ടികളുള്ള ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ 400 സ്റ്റുഡൻസ് 2 ക്യാമ്പസിലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ക്ലാസ്സിൽ ഓൾമോസ്റ്റ് 200 സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ലെക്ചർ നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഒന്നും കിട്ടൂല. പക്ഷെ നമ്മൾ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ടീച്ചേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം. കാരണം അത്രയും ലെക്ചർ അവേഴ്സ് നമുക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാലും ക്യാമ്പസ് ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ലൈബ്രറീസ് ഉപയോഗപ്പെടുത്തി ടീച്ചേഴ്സിനെ നേരിട്ട് അപ്രോച്ച് ചെയ്ത് അതിനുള്ള എല്ലാ റിസോഴ്സസും DU പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ പറയണമെന്നുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ പെക്യുലർ ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഇന്ത്യയിൽ 12 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എമിനൻസ് ആണ് വരുന്നത്. ആ ലിസ്റ്റിൽ അധികവും വരുന്നത് IIT ഖാരഗ്പൂർ, IIT ബോംബെ, IIT മദ്രാസ് അതുപോലുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിൽ വരുന്ന only 2 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്, ഡൽഹി യൂണിവേഴ്സിറ്റി ആൻഡ് HCU. അപ്പൊ അതിലൊന്നാണ് DU എന്ന് പറയുമ്പോൾ DUന്റെ അക്കാഡമിക് സ്പേസ് അത്രയും ക്രീമി ലെയറിലാണ് കിടക്കുന്നത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ DUയിൽ ഇത്രയും കോളേജസ് എന്ന് പറഞ്ഞാൽ അധിക കോളേജസും NIRF റാങ്കിങ്ങിൽ വളരെ ടോപ്പ് ലെവലിൽ വരുന്ന കോളേജസ് ആണ്. മിറാൻഡ, സെയിന്റ് സ്റ്റീഫൻസ്, ഇതെല്ലാം ടോപ്പ് 1 to 5 എപ്പോഴും റാങ്കിങ്ങിൽ പെർസിസ്റ്റ് ചെയ്യുന്ന കോളേജസ് ആണ് വരുന്നത്. ഓക്കെ. പിന്നെ മൊത്തം 386 സീറ്റിൽ പകുതി എൻട്രൻസ് ബേസ്ഡും പകുതി മെറിറ്റ് ബേസ്ഡും ആണ്. അതിൽ ഓൾമോസ്റ്റ് 52 സീറ്റ് എൻട്രൻസിലും 52 സീറ്റ് മെറിറ്റിലും OBC റിസർവേഷൻ വരുന്നുണ്ട്. അതായത് ടോട്ടൽ 104 സീറ്റ്സ് OBC അപ്രോക്സിമേറ്റ് ആണ് കേട്ടോ, ചെറിയ വ്യത്യാസം വരാറുണ്ട്. എന്തായാലും അത്രയും സീറ്റ് OBC റിസർവേഷനിൽ തന്നെ വരുന്നുണ്ട്.
ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഡിയുല് ഡിസർട്ടേഷൻ ഇപ്പോൾ ജാമ്യ പോലുള്ള യൂണിവേഴ്സിറ്റീസിലൊന്നും മാസ്റ്റേഴ്സിന് ഡിസർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഡിയുന്റെ ഒരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് PGക്ക് ഡിസർട്ടേഷൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോ ഫൈനൽ സെമ്മിലായിരിക്കും നമ്മൾ ഡിസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യല്. 3rd സെമസ്റ്ററിൽ നമുക്കൊരു എലക്റ്റീവ് പേപ്പർ ഉണ്ടായിരിക്കും, റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷണൽ പേപ്പർ ആയിരിക്കും. അപ്പോൾ തുടർന്ന് റിസർച്ച് മേഖലയിലേക്ക്, അതായത് PhD ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, റിസർച്ച് മെത്തഡോളജി എലക്റ്റീവ് ചൂസ് ചെയ്യാം. അതിൽ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 400 സ്റ്റുഡൻസിൽ ഒരു ലെസ് ദാൻ 100 പേർക്കായിരിക്കും ഡിസർട്ടേഷന് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ സെമസ്റ്ററിൽ എന്ത് ചെയ്യാം, ഡിസർട്ടേഷൻ ചെയ്യാം. അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. കാരണം ഇപ്പൊ നമ്മൾ ഇത്രയും സ്റ്റുഡൻസ് ക്ലാസ്സിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരെ തുടർന്ന് റിസർച്ച് ഫീൽഡിലൊക്കെ ഫോക്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോ കുറെ പേരൊക്കെ ആ ടൈമിൽ നമ്മൾ ഓൾറെഡി PG ചെയ്യാണ്, ഹെക്റ്റിക് ആണെന്ന് വിചാരിച്ചാൽ അതിന് വില്ലിങ് ആവൂല. അപ്പോൾ കുറച്ച് ടൈം അതിനു വേണ്ടി സ്പെയർ ചെയ്താൽ നമ്മൾ മാസ്റ്റർ ഡിസർട്ടേഷൻ ചെയ്തെന്നുള്ളത് തുടർന്ന് നമ്മൾ PhD ചെയ്യുമ്പോൾ വലിയൊരു അസെറ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇനി ആ ഫീൽഡിൽ PhD ചെയ്തോ ഇല്ലെന്നുള്ളതൊന്നുമല്ല റെലവെന്റ്. നമുക്കൊരു റിസർച്ച് എക്സ്പീരിയൻസ് കിട്ടും. ഓക്കെ. അപ്പോ ഫൈനൽ സെമസ്റ്ററിൽ ഒരു ഡിസർട്ടേഷൻ ചെയ്യാനുള്ള അവസരമുണ്ട്. നമുക്ക് സൂപ്പർവൈസേഴ്സിനെ അസൈൻ ചെയ്യും. ഓരോരുത്തരുടെ കീഴിലും ഓരോ സൂപ്പർവൈസേഴ്സിന്റെ കീഴിലും ഒരു 4 to 5 സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. ഒരു 6 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹോൾ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഡിയുന്റെ ഒരു റിഗ്രസ് അക്കാഡമിക് സ്പേസ് ആണ്. അതായത് ഇത്രയും കോളേജസ് ഡിയുന്റെ കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കോളേജസിൽ ഓൾമോസ്റ്റ് 79 കോളേജസിലും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരു കോളേജിൽ അല്ലെങ്കിൽ മറ്റൊരിടത്ത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇവന്റ്സ് ഡിപ്പാർട്ട്മെന്റ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്, പൊതുവെ ആർട്സ് ഡിപ്പാർട്ട്മെന്റ്സ് വളരെ ആക്റ്റീവ് ആണ് ഡിയുന്റെ. അതിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ എപ്പോഴും ഒരു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ കോൺഫറൻസോ സെമിനാറോ പേപ്പർ പ്രസന്റേഷനോ ഒക്കെ എപ്പോഴും ഉണ്ടായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ടൈം എന്ത് ചെയ്യുക, അതിന് കൂടുതൽ, അതായത് ഡിസർട്ടേഷൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ പരമാവധി കുറച്ചും കൂടി റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഈ ഒരു 2 വർഷത്തിനുള്ളിൽ. അതായത് എവിടെങ്കിലും ഇപ്പൊ ഡിയുന്റെ ഒരു കോളേജിൽ ഒരു കോൺഫറൻസ് ഉണ്ടെങ്കിൽ നമ്മളൊരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുക, റിസർച്ച് ഒരു പേപ്പർ പ്രസന്റേഷൻ ചെയ്യുക. ഇനി അതിന് നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അതിന് മുൻപുള്ള സ്റ്റേജിൽ തന്നെ പരമാവധി കോൺഫറൻസിലും സെമിനാറുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത്രയും അക്കാഡമിക് എൻവയോൺമെന്റ് നമ്മൾ ചുറ്റുണ്ടാകുമ്പോൾ ആ ഒരു 2 വർഷം അതിന് പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ റിസർച്ച് അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഡിന്റെ വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ലൈബ്രറി 24/7 ഓപ്പൺ ആയിരിക്കും. ക്യാമ്പസ് സ്പേസ് ഒക്കെ അത്യാവശ്യം സേഫ് തന്നെയാണ്. പിന്നെ JNU പോലെ ഒരു ചീപ്പ് സ്പേസ് അല്ല കേട്ടോ. നമുക്ക് ഹോസ്റ്റൽ അക്കോമഡേഷൻ കുറച്ചും കൂടി ലിമിറ്റഡ് ആണ് ഡിയുല്. പക്ഷെ ഒരുപാട് മലയാളി സ്റ്റുഡൻസും ഒക്കെ ഉള്ളത് കാരണം നമുക്ക് ഷെയർഡ് അക്കോമഡേഷൻ ഒക്കെ അറേഞ്ച് ചെയ്യാം. പിന്നെ അതാണ് ഡിയുന്റെ ഒരു അക്കാഡമിക് സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ ജോബ് കാര്യങ്ങളൊക്കെ നമ്മൾ കോളേജും കൂടി കുറച്ചിപ്പോ ജനറൽ പ്ലേസ്മെന്റ് ഡ്രൈവ്സ് ഒക്കെ ഉണ്ടായിരിക്കും നമ്മളെ ഫൈനൽ സെമസ്റ്റർ ആവുമ്പോൾ. പിന്നെ ഡൽഹി ആവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ജോബ് മാർക്കറ്റ് അക്സസിബിൾ ആണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഫ്രൂട്ട്ഫുൾ ആക്കാൻ പറ്റിയ 2 വർഷമായിരിക്കും ഡിയുലെ മാസ്റ്റേഴ്സ് ഇൻ ജനറൽ. താങ്ക് യു നദ. അപ്പോ ഇന്ത്യയിലെ തന്നെ 2 പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ, ഒന്ന് DU അതുപോലെ തന്നെ മറ്റൊന്ന് JNU. ഈ 2 ഈ യൂണിവേഴ്സിറ്റിയിലും പഠിച്ച ആളുകളാണ് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതില് 1-2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അബൌട്ട് ദ ഫീസ് സ്ട്രക്ചർ ആൻഡ് ഓൾ. ഫീസ് സ്ട്രക്ചർ തുടങ്ങിയിട്ടൊക്കെ ഉള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്താൽ കാണാൻ സാധിക്കും. ഇതില് നേരത്തെ അഫ്ലഹ ചോദിച്ച ചോദ്യത്തോട് ഒരു അഡീഷണൽ എന്നുള്ള സ്വഭാവത്തിൽ സൂചിപ്പിക്കുകയാണ്. സോ അഫ്ലഹ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മള് ഡിസ്ക്രിപ്റ്റീവിൽ നിന്നും ഒരു ഒബ്ജക്റ്റീവ് ലെവൽ ഓഫ് എക്സാമിനേഷൻ ആണ് എഴുതാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ നമ്മൾ പഠിച്ച സംഗതികളെ കുറച്ചുകൂടി നമുക്ക് എങ്ങനെ ഒബ്ജക്റ്റീവ് ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. അതിന് നിങ്ങൾ നിരന്തരമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചുകൊണ്ടുള്ള മോക്ക് ടെസ്റ്റുകളും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പെപ്പ് ലേണിംഗ് ആപ്പിലൂടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ അതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ടെസ്റ്റുകൾ എത്രയും ചെയ്ത് നോക്കാനുള്ള അവസരമുണ്ട്. അതിനുള്ള ഫീഡ്ബാക്ക് സംഗതികൾ അതിലുണ്ട്. ടെസ്റ്റ് എടുത്ത് എത്ര സമയം കൊണ്ട് നിങ്ങൾ എഴുതിയ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ശരിയാക്കിയിട്ടുള്ളത്, അതിന്റെ കറക്റ്റ് ആൻസർ എന്താ തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അത് എന്താ പറ്റും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
ഡിഗ്രി ലെവലിൽ നമ്മൾ ചെയ്യുന്ന സംഗതികളൊക്കെ ഇതേ സ്വഭാവത്തിൽ തന്നെയാണ് കേരളത്തിലെ എല്ലാ കോളേജസിലും കൊടുക്കുന്നത്. ആരും ഡീപ്പായിട്ടൊന്നും പഠിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. കാരണം എല്ലാവരും ഒരു സെമസ്റ്റർ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ് കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ക്രൈസിസ് ആണ്. അത് PG ലെവലിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ കഴിയും. അതിൽ നിങ്ങളുടെ ലാംഗ്വേജ് ബാരിയർ അല്ല, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ബാരിയർ അല്ല, നിങ്ങൾ ഏത് സോഷ്യൽ ലൊക്കേഷനിൽ വരുന്നത് എന്നുള്ളത് ബാരിയർ അല്ല. പക്ഷെ അത് മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്ന സമയത്ത് ഉണ്ടാവണം എന്ന് മാത്രമാണ്. യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ട് നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ റെഫർ ചെയ്യുന്നില്ല, നമ്മൾ ഫാക്കൽറ്റീസിനെ കണക്ട് ചെയ്യുന്നില്ല എന്നുള്ള സംഗതിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പൊതുവെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയായിരിക്കും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, നമ്മൾ സപ്പോർട്ട് ചെയ്യും, ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. നമുക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്കില്ല എങ്കിൽ നമ്മൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ്. അല്ലാതെ ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്താണ് മോളെ എനിക്ക് വേണ്ടത്, എന്താ മോനെ എനിക്ക് വേണ്ടത് എന്നുള്ള സ്വഭാവത്തിലുള്ള സംവിധാനം ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ പ്രിപ്പറേഷനിലേക്ക് വരുന്ന സമയത്ത് ഇതിപ്പം ഏകദേശം നമ്മളിപ്പോൾ ഓഗസ്റ്റ് മാസത്തിലാണുള്ളത്. ഓഗസ്റ്റ് കഴിയാനായി. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഇത്രയും മാസങ്ങളാണ്, ഏകദേശം ഒരു 7 മാസത്തോളാണ് നമ്മുടെ മുമ്പിലേക്കുള്ളത്. അത് നമ്മൾ കൃത്യമായിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു മെത്തഡോളജിയാണ് ഫോം ചെയ്യുന്നത്. സിലബസ് വെച്ചുകൊണ്ട് നമ്മൾ അതിനെ ചെയ്യാം. നമ്മുടേത് ജാമ്യയുടെ എക്സാമിനേഷനും അതുപോലെ തന്നെ അലിഗഡിന്റെ എക്സാമിനേഷനും കൂടി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള സിലബസ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ CUT സിലബസ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സബ് ടോപ്പിക് ഡിവൈഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ, നിങ്ങളുടേതായ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. എത്ര സമയം നിങ്ങൾക്ക് ഒരു ദിവസം ചിലവഴിക്കാൻ പറ്റും. ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം ഒരുപക്ഷെ പഠനത്തിന് വേണ്ടി ചിലവഴിക്കാൻ പറ്റിക്കോണമെന്നില്ല. പതുക്കെ അതിന്റെ ഒരു ടൈം പീരീഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി എക്സാമിനേഷനോട് അടുപ്പിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിന് കൂടുതൽ സമയം കൊടുക്കാൻ ആവശ്യമായിട്ട് സ്വഭാവത്തിലേക്ക് വരിക. കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു എക്സാമിനേഷൻ മൂഡ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട്, മെന്റർഷിപ്പ് തേടുക. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സിൽ ഒരു പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്റ്റഡി ഗ്രൂപ്പ് എന്നുള്ള സ്വഭാവത്തിൽ അങ്ങനെ എൻട്രൻസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇത് എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ദിർ ഇസ് നോ ഷോർട്ട് കട്ട് ഫോർ ദിസ്, ഇതിന് ഷോർട്ട് കട്ട് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു സ്വഭാവത്തിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടിനും പെപ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയും നമ്മളെ ഗ്രൂപ്പിൽ സംശയങ്ങൾ പറയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പിൽ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാം. അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജസ് വരുന്നവരെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഇടും. അല്ലാതെ പിന്നീട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനൊക്കെ സ്വഭാവത്തിൽ തന്നെയാണ് ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. മെയിൻറ്റെയിൻ ചെയ്യുക. ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക ചെയ്തു കഴിഞ്ഞാൽ മറുപടി. ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചോട്ടെ. യെസ്, എന്താ വെച്ചാല് നമുക്ക് ഞങ്ങളുടെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ച സമയത്ത് ഇവര് പറയുന്നത് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ അവരത്ര പറയുന്നില്ല. അവർ പറയുന്നത് അത് ഇവിടെ വന്നാൽ ഇപ്പം നമ്മളെ കേരളത്തിൽ വന്നാൽ അത് തീരെ ഉപയോഗപ്രദമല്ലാണ്ടായി പോകും. നിങ്ങൾ ലിറ്ററേച്ചർ എടുത്താൽ മതി, കമ്പാരിറ്റീവ് ലാംഗ്വേജ് ലിറ്ററേച്ചർ വേണ്ടെന്ന് അവരിങ്ങനെ കോൺസ്റ്റന്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ റീസൺ ലൈക്ക് എന്താ, അവരൊരു ക്ലിയർ കട്ട് ആയിട്ട് ഐഡിയ പറയുന്നില്ല. അവരെല്ലാവരും പഠിച്ച കാര്യം ലിറ്ററേച്ചർ തന്നെയാണ്. അപ്പം വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പാരിറ്റീവ് ലാംഗ്വേജ് ലിറ്ററേച്ചർ ആൻഡ് MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ? കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ലിറ്ററേച്ചേഴ്സിനെ കുറിച്ച് പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, വ്യത്യസ്ത ജോണറിലുള്ള ലിറ്ററേച്ചറിനെ കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ഇത് ഹെൽപ്ഫുൾ ആവുന്ന സംഗതിയായിട്ട് മാറുക. ഈ പറയുന്ന സംഗതിയിൽ യാഥാർത്ഥ്യമുണ്ട്. കാരണം കേരളത്തിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ കേരളത്തിൽ പഠിപ്പിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, കേരളത്തിൽ നിങ്ങളുടെ ഒരു ജോബ് പെർസ്പെക്റ്റീവ് നിങ്ങൾ നോക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ തന്നെയായിരിക്കും ഉപകാരപ്പെടുന്ന ഒരു സംഗതിയായിട്ട് ഉണ്ടാവുക. ബിക്കോസ് MA ഇംഗ്ലീഷ് ഇൻ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ, MA കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് സ്വഭാവത്തിലേക്ക് വരുന്ന ഒരു സംഗതിയായിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. ആ ഒരു സ്വഭാവത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലില് പോകുന്ന സമയത്ത് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ എന്താണ്, ഇപ്പം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ഓഫർ ചെയ്യുന്നുണ്ട്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെ ഹയർ സ്റ്റഡീസിൽ PhD ലെവലിലേക്കൊക്കെ പോകാൻ താല്പര്യമുണ്ട്, ഡിഫറെന്റ് ലാംഗ്വേജിലുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ്
പീരീഡിൽ ഡിഫറെന്റ് ജോണറിലുള്ള ലിറ്ററേച്ചറിനെ കുറിച്ചൊക്കെ പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിലാണ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ഉപകാരപ്പെടുക. പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ ആയിരിക്കും നിങ്ങൾക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയും സാധ്യതകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ഇനിയിപ്പോ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഒരുപക്ഷെ സാധ്യതകൾ ഉണ്ടാവും, യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റുകളിൽ സാധ്യതകൾ ഉണ്ടാവുന്നതാണ്. കേരളത്തിലെ കോളേജുകളിൽ പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന് ഒരുപക്ഷെ പരിമിതികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇക്വലൻസി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പൊ ജനറലി നിങ്ങൾക്കൊരു ജോബ് പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് കൂടുതൽ അവസരങ്ങളും കൂടുതൽ സാധ്യതകളും കിട്ടുക ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെ ആയിരിക്കും. നിങ്ങൾ ഹയർ സ്റ്റഡീസ് റിസർച്ച് മേഖലയിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എടുക്കുന്നതിന് വേണ്ടി യാതൊരു പ്രശ്നവുമില്ല. കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ഓൾ ഇന്ത്യ ലെവലിൽ ഇന്റർനാഷണൽ ലെവലിലും വലിയ അവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാധ്യത ആണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. Yes. Any Okay, other sir. questions? നേരത്തെ ആരോ ഒന്ന് എനിക്ക് വാട്സപ്പിൽ ചോദ്യം ചോദിച്ചിരുന്നു. പിന്നെ അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ് എന്താണ് എന്നുള്ള സംഗതി ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ചുരുക്കിയിട്ട് അത് മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ കരുതുന്നു. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ CUT PG അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം മാർച്ച് എക്സാമിനേഷൻ നടക്കുന്നത്, ഡിസംബറിൽ കോൾ ഫോർ ചെയ്യും, ഡിസംബർ ജനുവരി നിങ്ങൾക്ക് എക്സാമിനേഷന് CUT എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാം. അത് NTA വെബ്സൈറ്റിലാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടതായിട്ട് വരിക. NTA അപേക്ഷ കൊടുത്തതിന് ശേഷം നിങ്ങൾ അതിന്റെ അടുത്ത പ്രോസസ്സ് കഴിഞ്ഞിട്ട് എക്സാമിനേഷൻ മാർച്ച് മാസത്തിൽ എഴുതുന്നു. മാർച്ച് മാസത്തിൽ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ അത് മാർച്ച് ഏപ്രിൽ മെയ് ആ ഒരു പീരീഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അവരുടെ എൻട്രൻസ് എക്സാമിനേഷന്റെ സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്യും. റിസൾട്ട് മാത്രമേ പബ്ലിഷ് ചെയ്യുള്ളൂ. ആ റിസൾട്ട് സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്താൽ നിങ്ങൾക്ക് 300-ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുക. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 300-ൽ ഒരു 200 മാർക്ക് കിട്ടിയത്, ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് മാർക്ക് ഇപ്രാവശ്യം കിട്ടിയത് 225ആണ്. നിങ്ങൾക്കൊരു 200 മാർക്ക് കിട്ടിയെന്ന് കരുതുക. 200 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കൺഫേം അല്ല, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് മാത്രമേ ആവുന്നുള്ളൂ. അടുത്ത സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ യൂണിവേഴ്സിറ്റികളും അവരുടെ അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആവും. അവർ പറയും എന്താ, നിങ്ങൾ CUT പരീക്ഷ എഴുതിയിട്ടുണ്ടോ, CUT പരീക്ഷ എഴുതിയതിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ LAQP 01 എന്നുള്ള പേപ്പർ എഴുതിയിട്ടുണ്ടോ, LAQP 01 എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യും. JNU വിളിക്കും, ഡൽഹി യൂണിവേഴ്സിറ്റി വിളിക്കും, വിപ്ലവ് വിളിക്കും, ഹൈദരാബാദ് വിളിക്കും, അതൊക്കെ അവരുടെ വെബ്സൈറ്റിലാണ് വിളിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു. നമ്മൾ അപ്ലൈ ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്ത ആളുകളുടെ ഒരു ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും ബേസ്ഡ് ഓൺ ദി മാർക്ക് സ്കോർ. അപ്പം 200 മാർക്കാണ് ഇന്ത്യയിൽ ടോപ്പ് സ്കോർ എങ്കിൽ 200 മാർക്കുള്ള ആൾ ആദ്യത്തെ പൊസിഷനിലായിരിക്കും. അതിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അപ്ലൈ ചെയ്ത ആളുകളിൽ ഏറ്റവും ടോപ്പ് മാർക്കുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുക, പിന്നെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുക. അവരെ വെച്ചുകൊണ്ട് ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും, അവർ അഡ്മിഷന് വേണ്ടി വിളിക്കും. അടുത്ത ഘട്ടത്തിൽ സെക്കൻഡ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ തേർഡ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. വീണ്ടും സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ വിളിക്കും. സ്പോട്ട് അഡ്മിഷനിൽ ആർക്കും പങ്കെടുക്കാന്നുള്ള സ്വഭാവത്തിലൊക്കെ വിളിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് നടക്കുക. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൺഫേം ചെയ്തിട്ട് ഇപ്പൊ തന്നെ പറയാൻ പറ്റില്ല എന്ത് ഇത്ര മാർക്ക് കിട്ടിയാലാണ് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത്. ഒരുപക്ഷെ അടുത്ത വർഷം 225 ഈ വർഷം ടോപ്പ് കിട്ടിയതെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ 275 ചിലപ്പോൾ 300 മാർക്ക് വരെ ഒരുപക്ഷെ ടോപ്പ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ബേസ്ഡ് ഓൺ ദ എക്സാമിനേഷന്റെ സ്വഭാവവും അതിന്റെ ടഫ് ഒക്കെ അനുസരിച്ചാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കൃത്യമായിട്ട് പോകാൻ എന്നുള്ളതാണ്. അതിന്റെ ഒരു പ്രോസസ്സ് നിങ്ങളുടെ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ സോ താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ ദ പാർട്ടിസിപ്പേഷൻ. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണലി ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് വരണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേഴ്സണലി വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം, ഗ്രൂപ്പിൽ പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ആർച്ചാൻ, താങ്ക് യു നെത ഫോർ ജോയിനിങ് വിത്ത് അസ്. ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടി എന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ എന്നുള്ളത് നിങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കുക. ഗ്രൂപ്പിൽ നിങ്ങളെ മെസ്സേജസ് ആയിട്ട് കമന്റ്സ് ആയിട്ട് വരട്ടെ. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഓൾ. നല്ലൊരു സെഷൻ